യോഗികൾ യോഗികൾ ഓരോ ശരീരഭാഗങ്ങള് സങ്കല്പിച്ചുകൊണ്ട് അതില് ധ്യാനത്തിലായി എന്നെല്ലാം ആ ഒരു ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായത്തില് നമ്മൾ ശ്രവിച്ചു. അപ്പൊ നമ്മൾ മീൻസ് നമ്മൾ ശ്രവിച്ചു, പക്ഷെ അത് പരീക്ഷിത് മഹാരാജാവ് ഇവിടെ പറയാണ് അദ്ദേഹം ശ്രവിച്ചു എന്നുള്ളത്. അപ്പോ അതിന്റെ കുറച്ചുകൂടി നിജസ്ഥിതി എന്താണ്, അത് വിശദമാക്കി തന്നാലും കുറച്ചുകൂടി വിശദമാക്കി പറയാമോ? അപ്പൊ അത് അത്രയ്ക്ക് മധുരതരമായിരുന്നു, ഇനി കുറച്ചുകൂടി പറഞ്ഞു തരാമോ വിശദമായിട്ട് എന്നാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അപ്പൊ ക്ഷീരോദകശായി വിഷ്ണുവിനെ കുറിച്ചും വിരാട് രൂപത്തെക്കുറിച്ചും വിരാട് രൂപത്തിൽ എങ്ങനെയെല്ലാം ഗ്രഹസമൂഹങ്ങള് വിന്യസിച്ചിരിക്കുന്നു, ഇതെല്ലാം അതിനെക്കുറിച്ചെല്ലാം ഒന്നുകൂടി വിശദമാക്കി പറയാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതില് മെയിനായിട്ടെന്ന് പറഞ്ഞാല് നമ്മള് കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ കണ്ടിരുന്നു എന്താണ് വ്യത്യാസം എന്നുള്ളത്, അല്ലെ? എത്രാമത്തെ ശ്ലോകമായിരുന്നു? 8ാമത്തെ ശ്ലോകത്തില് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഭഗവത് ശരീരവും അതിബൃഹത്തായ ഒരു ശരീരം ഭഗവാൻ ധരിച്ചിരിക്കുന്നു, വിരാട് രൂപം, അതിനെക്കുറിച്ചും അതുപോലെ സാധാരണ ജീവസത്തകളുടെ ശരീരം, അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അപ്പൊ അത് നമ്മൾ പറഞ്ഞിരുന്നു ഭഗവാൻ സച്ചിദാനന്ദയാണ്, സാധാരണ ജീവജാലങ്ങളെ പോലെയല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചിരുന്നു. അപ്പോ അവിടെ വിഭുവാണ്, ഭഗവാൻ വിഭുവാണ്, ജീവജാലങ്ങൾ എന്ന് പറഞ്ഞത് വെറും അണുവാണ്. അപ്പൊ ഇതേക്കുറിച്ചെല്ലാം ഇവിടെ ചോദിക്കുകയാണ്. അപ്പൊ ഇതേക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭക്തൻ ഭഗവാന്റെ ആ ഒരു വിഭുത്വത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. നമ്മുടെ ഭക്തിയുത സേവനം, ഭഗവാന്റെ മഹത്തായ ആ ഒരു ശരീരവർണ്ണന നമുക്ക് കേൾക്കുമ്പോഴ്, ഭഗവാന്റെ രൂപവർണ്ണന ഒക്കെ അറിയുമ്പോഴ്, ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് അറിയുമ്പോഴ് ജീവജാലങ്ങൾക്ക് അവരുടെ ഓരോ രസങ്ങൾ, പല പല രസം, ഭഗവാന് ശാന്തരസം, ദാസ്യരസം, വാത്സല്യരസം ഒക്കെയും അതിന്റെ കൂടുതൽ കൂടുതൽ ഉയർന്ന സ്റ്റേജിലേക്ക് എത്താനായിട്ട് കഴിയും. ആധ്യാത്മികമായ ഉന്നതി കുറച്ചുകൂടി വ്യക്തമായിട്ട് പ്രാപിക്കാനായിട്ട് ഭക്തന്മാർക്ക് കഴിയും. അതിൽ അവരുടെ ഭക്തിയുടെ സേവനം വർദ്ധിക്കുമെന്നാണ് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഈ ഒരു വ്യാഖ്യാനത്തിന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ഭാവാർത്ഥം നമുക്ക് പ്രഭുപാദര് പറയുന്ന പോലെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറയും വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ശാന്തരസം എന്ന് പറയുമ്പോൾ കുറച്ച് താഴ്ന്ന രീതിയിലുള്ള രസമായിട്ടാണ് കമ്പാരറ്റീവ്ലി മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, വാത്സല്യരസം അല്ലെങ്കിൽ മാധുര്യരസം, പ്രേമരസം ഒക്കെ നോക്കുമ്പോൾ കുറച്ച് താഴ്ന്ന, അപ്പൊ ശാന്തരസത്തിലുള്ള ഭക്തന്മാർക്ക് കുറച്ചുകൂടി ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് ഉയർന്നു വരാനായിട്ട് കഴിയും. അപ്പൊ ഏത് തരത്തിലുള്ളയാലും ഏത് ലെവലിലുള്ള ഭക്തന്മാർക്കും ഭഗവാൻ എത്രത്തോളം ഉന്നതനാണ്, എന്നിട്ടും ആ കാരുണ്യമൂർത്തി നമുക്ക്, അഖില രസാമൃതമൂർത്തി നമ്മളോട് ഇത്രയും കാരുണ്യം കാണിക്കുന്നല്ലോ, നമ്മുടെ ഓരോ ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ ഭഗവാനെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുമ്പോൾ അയ്യോ ഇത്രയും വലിയതായിരുന്നു ഭഗവാൻ, ഇത്രയും വിരാട് രൂപത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും വലിയ ഭഗവാനാണ് നമ്മളോട്, നമ്മൾ ഇത്രയും തീരെ ചെറിയ കൃമി പോലുള്ള, മലത്തിലെ കൃമി പോലുള്ള നമ്മുടെ ജീവങ്ങളോട് ഇത്രയും കരുണ കാണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രേമയുത ഭക്തിയുത സേവനത്തില് കുറച്ചുകൂടി നമ്മൾ വ്യാപൃതരാകും എന്നാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഇനി 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കൽപ്പ എന്ന് പറയുമ്പോഴ് പലതരത്തിലുള്ള അർത്ഥമുണ്ട്. വിവിധങ്ങളായ വാക്കുകൾ ആണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. കൽപ്പ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തെ ചില ശ്ലോകങ്ങളിൽ കൽപ്പ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ശ്ലോകം നമ്മൾ വിവരിക്കുന്ന സമയത്ത് കൽപ്പ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ് എന്ന് പറയും. ചില സമയത്ത് ബ്രഹ്മാവിന്റെ ഫുൾ ജീവിതത്തെ കുറിച്ച്, ഫുൾ ഒരു ലൈഫ് ടൈം അദ്ദേഹം ഫുൾ എങ്ങനെയാണ് ഒരു യുഗത്തില് എന്നുള്ളത് പറയുമ്പോഴ് അപ്പോഴും കൽപ്പ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അപ്പൊ ഈ കൽപ്പ എന്നുള്ള വാക്ക് നമ്മള് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ചാണ്, സന്ദർഭത്തിൽ, ഒരു ശ്ലോകത്തിന്റെ സന്ദർഭത്തിന് അനുസരിച്ചാണ്. ഇപ്പം കാവ്യഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ സംസ്കൃതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെയും പല വൃത്തത്തില്, പല അലങ്കാരത്തില്, പല ഛന്ദസ്സില്, നമ്മളിപ്പോ വിഷ്ണു സഹസ്രനാമം എടുക്കുമ്പോ പറയും അനുഷ്ടുപ് ഛന്ദഃ എന്ന് പറയും, അല്ലെ? അനുഷ്ടുപ് ഛന്ദ എന്ന് പറഞ്ഞാല് ഒരു ലൈനില് 8 അക്ഷരങ്ങൾ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ 4
ഒരു 4 ലൈൻ എടുക്കുമ്പോൾ അതിൽ മൊത്തം 32 അക്ഷരമായിരിക്കും. അതേസമയം നമ്മൾ നാരായണിയൊക്കെ വായിക്കുമ്പോൾ വസന്ത തിലക, ഇന്ദ്രവജ്ര, ഉപേന്ദ്ര വജ്ര ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഉപജാതി, വൃത്തം ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിനൊക്കെയും ഓരോ സിലബിൾസ് കൂടുതലായിരിക്കും. വസന്ത തിലകയിലാണെങ്കിൽ 12 അക്ഷരം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ട് അത് കാവ്യ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ അവിടെ ലഘു, ഗുരു അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇതുകൾ അങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇവിടെയും അതുപോലെ നമുക്ക് വ്യത്യസ്തമായിട്ട് ഇപ്പൊ നമ്മൾ എന്തിനാ അതൊക്കെ പറഞ്ഞു വന്നേ കൃഷ്ണ? നമ്മളിവിടെ കൽപ്പ എന്നുള്ള വാക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഈ കൽപ്പ എന്ന് പറയുമ്പോഴേ ബ്രഹ്മ, ബ്രഹ്മൻ എന്നുള്ള വാക്കുകൾ, ആത്മാവ്, പിന്നെ മനസ്സ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഇതില് ബ്രഹ്മ എന്നുള്ള വാക്ക് പറയും. അല്ലെങ്കിൽ ബ്രഹ്മ എന്ന് പറയുമ്പോഴ് ബ്രഹ്മാജി സൃഷ്ടികർത്താവ് ആയിട്ടുള്ള സെക്കൻഡറി ക്രിയേറ്റർ ആയിട്ടുള്ള ബ്രഹ്മാവിനെ കുറിച്ച് ബ്രഹ്മ എന്നുള്ള വാക്ക് പറയും. അങ്ങനെ പല പല കോണ്ടെക്സ്റ്റിൽ പല പല വേർഡ് മീനിങ് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് സംസ്കൃതത്തില് അലങ്കാരം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള അലങ്കാരമുണ്ട്. യമക അലങ്കാരം എന്നിട്ടൊരു അലങ്കാരമുണ്ട്. ആ യമക അലങ്കാരത്തിൽ എന്ന് പറഞ്ഞാല് ഒരു വാക്കിന് തന്നെ ഒരു ശ്ലോകത്തിൽ തന്നെ ബ്രഹ്മ എന്നുള്ള വാക്ക് ഒരു 4ഓ 5ഓ സ്ഥലത്ത് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ആ വാക്കുകളുടെ എല്ലാം അർത്ഥം ഡിഫറെന്റ് ആയിരിക്കും. ഒരേ കോണ്ടെക്സ്റ്റിൽ തന്നെ ഡിഫറെന്റ് മീനിങ് ആയിരിക്കും. അങ്ങനെ വരുന്ന അലങ്കാരത്തിനെയാണ് യമക അലങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ സംസ്കൃതത്തിന്റെ ആ സംസ്കൃത ഭാഷയുടെ ഭംഗിയാണത്, കാവ്യ അലങ്കാര ഭംഗിയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെയാണ് ഈ കൽപ്പ എന്നുള്ള വാക്കായാലും പല അർത്ഥത്തില് പല ശ്ലോകങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ശ്ലോകത്തിൽ തന്നെയും സെയിം വേർഡ് പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അത് സംസ്കൃതത്തിലല്ല, ചിലപ്പോൾ മലയാളത്തിലും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ കൽപ്പ എന്നുള്ള വാക്ക് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് സംശയം തോന്നും. കഴിഞ്ഞ ദിവസം മാതാജി പറഞ്ഞല്ലോ ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന്, പിന്നെ ഒരു ദിവസം പറഞ്ഞു ബ്രഹ്മാവിന്റെ ഫുൾ ലൈഫ് ടൈം എന്ന്. അപ്പൊ ഇതെന്താണ്? ഇങ്ങനെയുള്ള സംശയങ്ങൾ വന്നാൽ അത് നമ്മൾ സംസ്കൃതം കൂടുതൽ 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 പഠിച്ചു വരുമ്പോഴേക്കേ നമുക്ക് അതൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ ഞാൻ കുറച്ചൊന്ന് ഗ്ലിംസ് തന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ നമ്മൾ അലങ്കാര ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇതിന്റെ വിവിധമായിട്ട് നാനാർത്ഥം ഒക്കെ വെച്ചിട്ട് പല ഇതിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ കൽപ്പ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്കും സംഹാരത്തിനും ഇടയിലുള്ള ദിവസം എന്നാണ് നമുക്കിവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത് അല്ലെ. വിവർത്തനത്തിൽ പറയുന്നുണ്ട് സൃഷ്ടിക്കും സംഹാരത്തിനും മധ്യയുള്ള കാലയളവിനെ കുറിച്ച്, സഹകാരികളായ സൃഷ്ടികളെ കുറിച്ച്. അപ്പൊ ഇവിടെ പറയുന്നു കൽപ്പോ വികൽപ്പോ, ഇതേക്കുറിച്ചെല്ലാം എനിക്ക് അറിയണം. ഈ കാലത്തെക്കുറിച്ച് എനിക്കറിയണം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കാലോസ്മ്യഹം. ഈ കാലം എന്ന് പറയുന്നത് ആരാണ്? ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 16 മൂലകങ്ങളെ കുറിച്ച്, സൃഷ്ടിയുടെ സമയത്ത് 24 മൂലകങ്ങളെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ തേർഡ് കാൻഡോയിൽ കാലത്തെ കുറിച്ചും പറയുന്നുണ്ട്. കാലം എന്ന് പറയുന്നത് ഇതിനെ എല്ലാം, ഈ ഘടകങ്ങളെ എല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു ശക്തിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും ഭഗവാന്റെ തന്നെ വിഭൂതിയാണ്. കാലം എന്ന് പറയുന്നത് സ്വയം ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതിന്റെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് ഭൂതം, ഭാവി, വർത്തമാനം ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇതെല്ലാം ഭഗവാനാണ്. അപ്പൊ ഇതേക്കുറിച്ചെല്ലാം എനിക്ക് കുറച്ചുകൂടി വിശദമാക്കി തരണം എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് പ്രപഞ്ചത്തിലെ വിഭിന്ന ഗ്രഹങ്ങളിലെ വിഭിന്ന ജീവാത്മാക്കളുടെ, അതായത് ദേവന്മാര്, മനുഷ്യര്, ഇവരുടെ എല്ലാം ജീവിത ദൈർഘ്യം. ഇപ്പൊ നമ്മള് ഈ പ്രപഞ്ചത്തിൽ നമ്മളെ ദേവന്മാരുടെ കാര്യത്തിൽ സമയം വേറെയാണെന്ന് നമ്മൾ പറയും അല്ലെ. ദേവലോകത്തെ ടൈം വേറെയാണ്, ഇവിടുത്തെ സമയം വേറെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പിതൃക്കളുടെ സമയം വേറെയാണ്. പിതൃക്കൾ ഇപ്പൊ ഒരു ജീവജാലം ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ അത് 12ാമത്തെ ദിവസം മാത്രമാണ് അതിന്റെ യാത്ര തുടങ്ങുന്നത് എന്ന് പറയും അല്ലെ. അതെന്തുകൊണ്ടാണ്? ആ ടൈം ഡിഫറൻസ് കൊണ്ടാണ്. അപ്പൊ 11 ദിവസം 12 ദിവസം വരെയും ആ ആത്മാവ് ഗൃഹത്തിൽ തന്നെ, സ്വാഭാവിക മരണത്തില് ഇവിടെ ഗൃഹത്തിൽ തന്നെ ഉണ്ടാവും, പിന്നെ അവർ യാത്ര തുടങ്ങുന്നത് എന്നുള്ളത് പറയാറുണ്ട്. അപ്പൊ അതുപോലെ അവരുടെ ജീവിതത്തിന്റെ ദൈർഘ്യത്തിലും വ്യത്യാസം വരും. ദേവന്മാരുടെ ജീവിത ദൈർഘ്യം വ്യത്യാസം വരും, അവരുടെ ആയുസ് വ്യത്യാസം വരും, നമ്മുടെ ജീവജാലങ്ങളുടെ ആയുസ് വ്യത്യാസം വരും. അതിൽ പിന്നെ തന്നെ ജീവജാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൃക്ഷങ്ങളുടേത്, സസ്യജാലങ്ങളുടേത് ഡിഫറെന്റ് ആണ്. ഒരു ചിത്രശലഭത്തിന്റെ ജീവിത ദൈർഘ്യം ഡിഫറെന്റ് ആണ്. ഒരു ഉറുമ്പ്, നായ ഒക്കേനും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് സൈക്കിളാണുള്ളത്. പക്ഷേ ഒരു ഉറുമ്പിന് ഒരിക്കലും തോന്നൂല എൻ്റെ പകല്, എൻ്റെ രാത്രി, എൻ്റെ ശ്വാസോച്ഛ്വാസം ഒന്നും ഡിഫറെന്റ് ആയിട്ട് തോന്നൂല. അതിന്റെ ജീവിതം എന്തായിട്ട് തോന്നും? ഫുൾ ആയിട്ട് തോന്നും. ഇപ്പൊ മനുഷ്യൻ എങ്ങനെയാണ് തോന്നുന്നത്?
മനുഷ്യൻ വിചാരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അതിനെ പോലെയോ ഇതിനെ പോലെയോ ഒന്നും നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് താരതമ്യപ്പെടുത്താറില്ല. നമ്മുടെ ജീവിതമെല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ടല്ലേ നമുക്ക് തോന്നാറുള്ളത്. ഭൗതികമായിട്ട് ജീവിക്കുന്ന ആധ്യാത്മികത എന്തെന്നറിയാത്ത ഒരു വ്യക്തിക്ക് ഇതേക്കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടാവില്ല. മറ്റുള്ള ജീവജാലങ്ങളുടെ ജീവിത ദൈർഘ്യവുമായിട്ടൊന്നും അവർ കമ്പയർ ചെയ്യുകയോ അയ്യോ അതെന്താ വ്യത്യാസം എന്ന് അവർ ചിന്തിക്കുക പോലുമില്ല. അത് ചിന്തിക്കാനുള്ള സമയം പോലും അവർക്ക്, അതിനുള്ള ബുദ്ധിയും ഒന്നും തന്നെ അവർക്കില്ല. പക്ഷെ ഇവിടെ അതാണ് ചോദിക്കുന്നത്. വളരെ 84 ലക്ഷം ജീവജാലങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചതില് ഓരോ ജീവജാലത്തിന്റെയും ജീവിത ദൈർഘ്യം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. അവരിപ്പോ ഒരു ഉറുമ്പ് ജനിക്കുന്നു, അത് വളരുന്നു, അത് മരിക്കുന്നു, അല്ലെ? മനുഷ്യൻ അതുപോലെ തന്നെ ജനിക്കുന്നു, അവർ വളരുന്നു, അവർ പിന്നീട് മരിക്കുന്നു. അത് ഈ കാലയളവിൽ അവർ പല കാര്യങ്ങളും കർത്തവ്യങ്ങളും ചെയ്യുന്നുണ്ട്. ഉറുമ്പും ഭക്ഷണം തേടുന്നുണ്ട്, മനുഷ്യനും ഭക്ഷണം തേടുന്നുണ്ട്, ആനയും ഭക്ഷണം തേടുന്നുണ്ട്, മനുഷ്യനും ഭക്ഷണം തേടുന്നുണ്ട്. ഒക്കെയും പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതേക്കുറിച്ചൊക്കെയും എനിക്ക് അറിയണം എന്ന് പറയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ആൻസർ ആയിട്ട് 3rd കാൻഡോയിൽ പോകും. 3rd കാൻഡോയിൽ 11ാമത്തെ അധ്യായത്തില് ശുകദേവ് ഗോസ്വാമി വിതുര മൈത്രേയ സംവാദത്തിൽ നിന്നാണ് ഇതിന്റെയൊക്കെ ഒരു ആൻസേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇനിയുള്ള കാൻഡോസ് ഒക്കെയും ഇതിന്റെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ ആൻസേഴ്സ് അങ്ങനെ ഓരോ കാൻഡോ ആയിട്ട് ഭാഗവതത്തിൽ അങ്ങനെ വിസ്തരിച്ച് കിടക്കുകയാണ്. അപ്പൊ അതെല്ലാം ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ മിസ്സാവാതെ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഹരേ കൃഷ്ണ. സൗന്ദര്യം ആസ്വദിച്ച് ഭക്തന്മാർ നിത്യവും കൃഷ്ണസേവനത്തിന്റെ മാധുര്യം ആഘോഷിക്കുന്നു. എന്നാലും ഭഗവാന്റെയും ഉന്നത ഭക്തന്മാരുടെയും ആവിർഭാവ ദിവസങ്ങൾ, ഭഗവാന്റെ ചില പ്രത്യേക ലീലകൾ നടന്ന ദിവസങ്ങൾ എന്നിവ പ്രത്യേക ആഘോഷ ദിനങ്ങളായി ആചരിക്കുന്നു. ആഘോഷങ്ങൾ നമ്മുടെ ഭക്തിയെ ഉത്തേജിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ അവയെ ഭക്തിയുടെ മാതാവായി കരുതുന്നു. ഭക്തന്മാർക്ക് ഒന്നിച്ചു ചേർന്ന് ഭഗവാനെ സ്തുതിക്കുവാനുള്ള ആനന്ദകരമായ അവസരങ്ങളാണ് ആഘോഷങ്ങൾ. പതിവായി ഇസ്കോൺ സന്ദർശിക്കാൻ കഴിയാത്ത ഭക്തന്മാർ ആഘോഷ ദിവസങ്ങളിൽ സേവനങ്ങളിൽ പങ്കെടുക്കുന്നത് പതിവാക്കുന്നു. ഇസ്കോൺ കേന്ദ്രത്തിൽ നിന്നും വളരെ അകലെ താമസിക്കുന്നവർ തങ്ങൾക്ക് കഴിയുന്ന വിധം ഗൃഹത്തിൽ ആഘോഷം സജ്ജീകരിച്ച് അയൽക്കാരെയും മറ്റും ക്ഷണിക്കുകയും അവർക്ക് കൃഷ്ണഭക്തിയുടെ മാധുര്യം സമ്മാനിക്കുകയും ചെയ്യാം. ഉത്സവം ആഘോഷിക്കുന്നതിനായി ക്ഷേത്രമുറി അലങ്കരിക്കുകയും വേണ്ടത്ര ഭക്ഷണം പാകം ചെയ്ത് അവ കൃഷ്ണന് നിവേദിച്ച ശേഷം എല്ലാവർക്കും ധാരാളമായി വിതരണം ചെയ്യുകയും വേണം. കൃഷ്ണനെയും തന്റെ ഉന്നത ഭക്തന്മാരെയും കുറിച്ചുള്ള തുടർന്നുള്ള ശ്രവണവും കീർത്തനവും ഒരു ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഭക്തിപരമായ നാടകങ്ങൾ, നഗര സങ്കീർത്തനം എന്നിവ നടത്തുന്നതിനും ആർച്ചാ വിഗ്രഹങ്ങൾക്ക് പുതിയ വസ്ത്രങ്ങൾ സമർപ്പിക്കുന്നതിനും ആഘോഷ ദിവസങ്ങളിൽ അനുയോജ്യമാണ്. പല ആഘോഷങ്ങളും ഒരു നിശ്ചിത സമയം വരെ ഉപവാസവും അതിനെ തുടർന്നുള്ള പ്രസാദ സദ്യയോടുകൂടിയുമാണ് അനുഷ്ഠിക്കുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തോടൊപ്പം ആഘോഷത്തിന് അനുയോജ്യമായ ഭജനകൾ പാടുന്നു. ഉദാഹരണമായി, ഒരു ശ്രേഷ്ഠ വൈഷ്ണവന്റെ തിരോഭാവ ദിവസം ജെ അനിലോ പ്രേമധന എന്ന വൈഷ്ണവ വേർപാടിനെ കുറിക്കുന്ന ഗാനം പാടുന്നു. ഉചിതമായ ലീലകളും വായിക്കുന്നു. ഉദാഹരണമായി, ഭക്തി സിദ്ധാന്ത സരസ്വതി ടാഗോറിന്റെ അവതാര ദിവസം അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നു. ഗോവർദ്ധന പൂജയുടെ ദിവസം ശ്രീല പ്രഭുപാദരുടെ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷൻ എന്ന പുസ്തകത്തിൽ നിന്നും ഗോവർദ്ധനഗിരി ആരാധന എന്ന അധ്യായം വായിക്കുന്നു. പ്രത്യേകം ആഘോഷത്തെക്കുറിച്ചുള്ള ശ്രീല പ്രഭുപാദരുടെ പ്രഭാഷണ കാസറ്റുകളും ലഭ്യമാണ്. ഗൗഡീയ വൈഷ്ണവ വർഷത്തിന്റെ ആദ്യ ദിവസമായ ഗൗരപൂർണിമ മുതൽ ഭക്തന്മാർ അനുഷ്ഠിച്ചു വരുന്ന ചില പ്രധാന ആഘോഷങ്ങൾ ചുവടെ ചേർക്കുന്നു. തീയതികൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള പഞ്ചാംഗത്തിൽ നിന്നും ഇതിന് മാറ്റം വരാവുന്നതാണ്. ഹരേ കൃഷ്ണ. അടുത്ത് വായിക്കണോ? ഗൗരപൂർണിമ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ദിവസം. ഇത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളുടെ അവസാനമോ ഏപ്രിൽ മാസം ആദ്യമോ ആഘോഷിക്കുന്നു. ചന്ദ്രോദയം വരെയുള്ള ഉപവാസത്തിന് ശേഷം ഏകാദശി പ്രസാദം ഭക്ഷിക്കാം. പിറ്റേ ദിവസം മധ്യാഹ്നം പ്രസാദ സദ്യ നൽകേണ്ടതാണ്. ചൈതന്യ ചരിതാമൃതത്തിൽ ആദിലീല അധ്യായം 13 നിന്നും ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെക്കുറിച്ച് വായിക്കുക. ഗൗരപൂർണിമയും അതിനെ തുടർന്നുള്ള ദിവസങ്ങളിലും ഇസ്കോൺ
മായാപൂർ കേന്ദ്രത്തിൽ ഗംഭീരമായ ആഘോഷങ്ങൾ നടന്നു വരുന്നു. ലോകത്താകമാനമുള്ള ഭക്തന്മാർ ഇതിൽ എത്തുവരുന്നു. ഈ കാലഘട്ടത്തിൽ ഭക്തന്മാർ നവദ്വീപ മണ്ഡല പരിക്രമണം നടത്തുന്നു. രാമനവമി, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാര ദിവസം ഭക്തന്മാർ മധ്യാഹ്നം വരെ ഉപവസിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ശ്രീമദ് ഭാഗവതം 9, 10, 11 ഭഗവാൻ ശ്രീരാമന്റെ അവതാര ലീലകൾ പാരായണം ചെയ്യുക. നരസിംഹ ചതുർത്ഥി, നരസിംഹ ഭഗവാന്റെ അവതാര ദിനം സായം സന്ധ്യ വരെ ഉപവാസം, തണുത്ത വെള്ളം, ശർക്കര, നാരങ്ങാനീര്, ഇഞ്ചി ഇവ ചേർത്തുണ്ടാക്കിയ നരസിംഹ ഭഗവാന് വളരെ പ്രിയങ്കരമായ പാനകം എന്ന പാനീയം നിവേദിക്കുക. ശ്രീമദ് ഭാഗവതത്തിൽ 7-8 നിന്നും നരസിംഹ ഭഗവാന്റെ അവതാര ലീലകൾ പാരായണം ചെയ്യുക. അടുത്ത രഥയാത്ര. പുരിയിലെ ജഗന്നാഥ യാത്രാ ദിനത്തിൽ ജഗന്നാഥ, സുഭദ്ര, ബലരാമൻ എന്നിവരുടെ അർച്ച വിഗ്രഹങ്ങൾ രഥത്തിൽ സ്ഥാപിച്ച് നഗരത്തിലൂടെ എഴുന്നള്ളിക്കുന്നു. ഇതോടൊപ്പം ഭക്തന്മാർ സംഗീത നൃത്തങ്ങളിൽ ഏർപ്പെടുന്നു. ആഗോള വ്യാപകമായി ഈ ആഘോഷത്തെ ശ്രീല പ്രഭുപാദർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. പുരി രഥയാത്ര ദിവസം കൊൽക്കത്ത, ഭുവനേശ്വർ, ബറോഡ എന്നീ ഇസ്കോൺ കേന്ദ്രങ്ങളിൽ രഥയാത്ര നടന്നു വരുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതം മധ്യലീല അധ്യായം 13 വായിക്കുക. ജ്വലന യാത്ര ആർഭാടപൂർവം നടത്തുന്ന 5 ദിവസത്തെ ആഘോഷമാണ് ഇത്. ധാരാളം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഊഞ്ഞാലിൽ രാധാകൃഷ്ണ അർച്ചവിഗ്രഹങ്ങൾ സ്ഥാപിച്ച് കീർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഊഞ്ഞാൽ സേവ ചെയ്യുന്നു. ഇത് രാധാകൃഷ്ണന്റെ ചിത്രം ഉപയോഗിച്ചും ചെയ്യാം. ബലരാമ അവതാര ദിനം. ജ്വലന യാത്രയുടെ അവസാന ദിവസമാണ് ഭഗവാൻ ബലരാമന്റെ അവതാര ദിനം. ഭക്തന്മാർ മധ്യാഹ്നം വരെ ഉപവാസിച്ച ശേഷം പ്രസാദ സദ്യ സ്വീകരിക്കുന്നു. അന്നേ ദിവസം ബലരാമന് ഏറ്റവും പ്രിയങ്കരമായ തേൻ നിവേദിക്കുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദ്യലീല 5-ാം അധ്യായത്തിൽ നിന്നും ബലരാമ സ്തുതികൾ വായിക്കുക. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷൻ എന്ന പുസ്തകത്തിൽ നിന്നും അനുയോജ്യമായവ വായിക്കാവുന്നതാണ്. അടുത്ത ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര ദിനമായ ജന്മാഷ്ടമി, കൃഷ്ണാഷ്ടമി, കൃഷ്ണ ജയന്തി, ഗോകുല അഷ്ടമി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് അർദ്ധരാത്രി വരെ ഉണർന്നിരിക്കേണ്ടതാണ്. അതിനെ തുടർന്ന് ഏകാദശി പ്രസാദം സേവിക്കാം. ദിവസം മുഴുവനും കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷൻ എന്ന ഗ്രന്ഥം പാരായണം ചെയ്യുന്നതിൽ ഉത്തമം. ഭക്തിരസം മംഗള പ്രാർത്ഥനയോടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമ ദിവ്യോത്തമ പുരുഷനാണ്. കാരണങ്ങളുടെ എല്ലാം കാരണഭൂതൻ. ശാന്തം, ദാസ്യം, സാഖ്യം, വാത്സല്യം, മാധുര്യം, ഹാസ്യം, കരുണം, ഭയാനകം, വീരം, വിവത്സം, അത്ഭുതം, രൗദ്രം എന്നീ രസങ്ങളുടെ എല്ലാം സംഭരണിയാണ്. സർവശ്രേഷ്ഠമായ ആകർഷണ രൂപമാണ് അദ്ദേഹത്തിനുള്ളത്. സർവലൗകികമായ ഈ അതീന്ദ്രിയവും ആകർഷവുമായ ശരീര ലക്ഷണങ്ങൾ കൊണ്ട് അദ്ദേഹം താരക, പാലിക, ശ്യാമള, ലളിത, സർവോപരി ശ്രീമതി രാധാറാണി എന്നീ ഗോപികമാരെയും മുഴുവനും വശീകരിച്ചു. ശ്രീമദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പ്രഭുപാദരുടെ പ്രേരണയാൽ നടത്തുന്ന ഈ കൃതിയുടെ രചനയിൽ വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ ചൊരിയട്ടെ. ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദരുടെയും ഭക്തിരസാമൃത സിന്ധുവിന്റെ ഈ സംഗ്രഹ പഠനം തയ്യാറാക്കാൻ എനിക്ക് പ്രചോദനമരുളിയ ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പ്രഭുപാദരുടെയും പാദകമലങ്ങളിൽ ഞാൻ ആദ്യമായി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളട്ടെ. 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുവാനായി പശ്ചിമ ബംഗാളിൽ അവതാരം ചെയ്ത ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ നിർദ്ദേശിക്കപ്പെട്ട ഭക്തിയുത സേവനത്തിന്റെ ഉദാത്തമായ ശാസ്ത്രമാണിത്. തന്റെ ജ്യേഷ്ഠ സഹോദരനും ആത്മീയ ആചാര്യനുമായ സനാതന ഗോസ്വാമിക്ക് ആദരപൂർവം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ശ്രീല രൂപ ഗോസ്വാമി ഈ വിശിഷ്ട ഗ്രന്ഥം ആരംഭിക്കുന്നത്. ഭക്തി രസാമൃത സിന്ധു തന്റെ ആചാര്യന് സന്തോഷമരുളട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
അമൃത സിന്ധുവിൽ വസിച്ചുകൊണ്ട് രാധയെയും കൃഷ്ണനെയും സേവിച്ച് സനാതന ഗോസ്വാമിക്ക് സദാ അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുമാറാകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥന തുടരുന്നുമുണ്ട്. മഹാസമുദ്രത്തിലെ മകരമത്സ്യങ്ങൾക്ക് സമാനരും മുക്തിയുടെ വിവിധ നദികളെ നിസ്സാരമാക്കി കളയുന്നവരുമായ മഹാഭക്തന്മാർക്കും ആചാര്യന്മാർക്കും തന്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ. ഒഴുകിയെത്തുന്ന നദികൾ സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നത് പോലെ പരമസത്തയിൽ ലയിക്കാനാണ് അവ്യക്തിഗതവാദികൾക്ക് താല്പര്യം. സമുദ്രത്തെ മുക്തിയായും നദികളെയെല്ലാം മുക്തിക്കുള്ള വിവിധ മാർഗങ്ങളായും കൽപ്പിക്കാം. അവസാനം സമുദ്രമായി കൂടിക്കലരുന്ന നദീജലത്തിലാണ് അവ്യക്തിഗതവാദികളുടെ വാസം. നദികളിൽ എന്ന പോലെ സമുദ്രത്തിലും അസംഖ്യം ജലജീവികൾ ഉണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. സമുദ്രത്തിൽ വസിക്കുന്ന മകരമത്സ്യങ്ങൾ അങ്ങോട്ടൊഴുകിയെത്തുന്ന നദികളെ കുറിച്ച് ഗവനിക്കാറില്ല. ഭക്തൻ നിത്യവും ജീവിക്കുന്നത് ഭക്തിയുത സേവനത്തിന്റെ മഹാസാഗരത്തിലാണ്. അവർ നദികളെ വകവയ്ക്കുന്നില്ല. അതായത് യഥാർത്ഥ ഭക്തന്മാർ ഭഗവാനുള്ള അതീന്ദ്രിയ ഭക്തി സേവനത്തിന്റെ അലയായിൽ തന്നെ ആയിരിക്കും എപ്പോഴും എന്നർത്ഥം. സാവധാനം സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദികളോട് തുലനം ചെയ്തിരിക്കുന്ന മറ്റു പ്രക്രിയകളുമായി അവർക്ക് ബന്ധവുമില്ല. ഭഗവത് സേവനത്തിന്റെ ശാസ്ത്രത്തിൽ അനാവശ്യമായി ഇടപെടുന്ന താർക്കികന്മാരിൽ നിന്ന് ഭക്തിരസാമൃത സിന്ധുവിനെ പരിശുദ്ധ ഭക്തിയുടെ സാഗരത്തെ കാത്തുരക്ഷിക്കണമെന്ന് ശ്രീല രൂപ ഗോസ്വാമി തന്റെ ആത്മീയ ആചാര്യനായ ശ്രീല സനാതന ഗോസ്വാമിയോട് അപേക്ഷിക്കുന്നു. അവരുടെ വാദമുഖങ്ങളെ സാഗര മധ്യത്തിലെ അഗ്നിപർവ്വത സ്ഫോടനത്തോടാണ് അദ്ദേഹം ഉപമിക്കുന്നത്. സമുദ്ര മധ്യത്തിലെ അഗ്നിപർവ്വത സ്ഫോടനം കൊണ്ട് കാര്യമായ ഉപദ്രവമൊന്നുമില്ലല്ലോ. അതുപോലെ ഭക്തിയുത സേവനത്തെ എതിർക്കുന്നവരും ആത്യന്തികമായ അതീന്ദ്രിയ സാക്ഷാത്കാരത്തെക്കുറിച്ച് ദാർശനിക സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നവരുമൊക്കെ വിചാരിച്ചാൽ ഭക്തിയുത സേവനത്തിന്റെ മഹാസാഗരത്തെ ഇളക്കി മറിക്കാനാവില്ല. തനിക്ക് അതിനുള്ള യോഗ്യതയില്ലെങ്കിലും ലോകം മുഴുവനും കൃഷ്ണാവബോധം വ്യാപിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് ഭക്തിരസാമൃത സിന്ധുവിന്റെ കർത്താവായ ശ്രീല രൂപ ഗോസ്വാമി വിനയപൂർവ്വം അറിയിക്കുന്നു. കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നവരുടെ എല്ലാം മനോഭാവം ഇതുതന്നെയായിരിക്കണം. നാം വലിയ ധർമ്മപ്രചാരകരാണെന്നൊന്നും കരുതരുത്. ആചാര്യന്മാരുടെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ് നാം. അവരുടെ കാലടികളെ പിന്തുടർന്നാൽ കഷ്ടപ്പെടുന്ന മാനവ സമൂഹത്തിനു വേണ്ടി നമുക്കും വല്ലതുമൊക്കെ ചെയ്യാൻ കഴിയും. ഈ ഒരു സമീപനമാണ് എപ്പോഴും വേണ്ടത്. ഭക്തി രസാമൃത സിന്ധുവിനെ 4 ഭാഗങ്ങളായി തിരിക്കുന്നു. സമുദ്രത്തെ എന്ന പോലെ ഈ ഓരോ ഭാഗത്തിനും വിവിധ ഉപവിഭാഗങ്ങളുമുണ്ട്. ജലസമുദ്രത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ പൂർവം, ദക്ഷിണം, പശ്ചിമം, ഉത്തരം എന്നിങ്ങനെ 4ആയിട്ടാണ് ഭക്തി രസാമൃത സിന്ധുവിനെ ആദ്യം വിഭജിച്ചിരുന്നത്. ഓരോന്നിലെയും ഉപവിഭാഗങ്ങളെ തരംഗങ്ങളായും വിഭജിച്ചു. സമുദ്രത്തിലെ 4 മേഖലകളിൽ എവിടെയെങ്കിലും വിവിധ തരംഗങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് പോലെ ഭക്തി രസാമൃത സിന്ധുവിലും വിവിധ തരംഗങ്ങളുണ്ട്. 1-ാം ഭാഗത്ത് 4 തരംഗങ്ങളാണുള്ളത്. അവയിൽ ആദ്യത്തേത് ഭക്തിയുത സേവനത്തെ കുറിച്ചുള്ള പൊതുവിവരണമാണ്. 2-ാമത്തെ ഭാഗം ഭക്തിയുത സേവനത്തിന്റെ നിയാമക തത്വങ്ങൾ വിവരിക്കുന്നു. 3-ാം തരംഗം പരമാനന്ദത്തിലെ ഭക്തിയുത സേവനമാണ്. ആത്യന്തിക ലക്ഷ്യമായ ഈശ്വര പ്രേമത്തെ കുറിച്ചാണ് 4-ാമത്തെ തരംഗം. ഇവയിൽ ഓരോന്നിന്റെയും ബാഹ്യലക്ഷണങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിവിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ആചാര്യന്മാരുടെ കാലടികളെ പിന്തുടർന്ന് ഭക്തിക്ക് അഥവാ ഭക്തിയുത സേവനത്തിന് ഒരു ആധികാരിക വിവരണം ശ്രീല രൂപ ഗോസ്വാമിയുടെ വാക്കുകളിൽ ഇങ്ങനെ സംഗ്രഹിക്കാം. അനുകൂലമായ രീതിയിൽ ഭഗവാനെ സേവിച്ചുകൊണ്ട് പൂർണ്ണമായും കൃഷ്ണാവബോധത്തിൽ നിരതനാകാനുള്ള പ്രവണതയുണ്ടെങ്കിൽ മാത്രമേ ഉന്നത ശ്രേണിയിലുള്ള ഭക്തിയുത സേവനത്തിനെ കുറിച്ച് അറിയാൻ കഴിയൂ. പ്രതികൂലമായ രീതിയിലും കൃഷ്ണാവബോധം ഉണ്ടാകാം എന്നർത്ഥം. എന്നാൽ അത് ശുദ്ധമായ ഭക്തിയുത സേവനമായി കരുതിക്കൂടാ എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. ഭൗതിക നേട്ടങ്ങൾക്കോ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയോ ഉള്ള ആഗ്രഹങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിരിക്കണം
യഥാർത്ഥമായ ഭക്തിയുത സേവനം. കാരണം ഈ ആഗ്രഹങ്ങൾ വളർത്തിയെടുക്കുന്നത് ഫലോച്ഛയോടെയുള്ള കർമ്മങ്ങളിലൂടെയും ദാർശനികമായ അഭ്യൂഹങ്ങളിലൂടെയും ആണ്. സാധാരണയായി ആളുകൾ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയാണ്. അതേസമയം വാക്കുകൾ കൊണ്ടുള്ള ചെപ്പടി വിദ്യകളുടെയും അഭ്യൂഹങ്ങളുടെയും അതീന്ദ്രിയ സാക്ഷാത്കാരം അവതരിപ്പിക്കാനാണ് മിക്ക ദാർശനികന്മാരും ഏർപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥ ഭക്തിയുത സേവനം ഇവയിൽ നിന്നെല്ലാം മുക്തമായിരിക്കണം. നൈസർഗികമായ ഭക്തിയിലൂടെ അതിനധികാരമുള്ളവരിൽ നിന്ന് വേണം യഥാർത്ഥ ഭക്തിയുത സേവനം അഥവാ കൃഷ്ണ അവബോധം അഭ്യസിക്കാൻ. മതിയാവോ? വായിക്കണം മുന്നോട്ട്. 4 മിനിറ്റൂടുണ്ട്. ഭക്തിയുത സേവനം ഒരുതരം സംസ്കാരമാണ്. ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ട അകർമ്മണ്യമോ നിശബ്ദ ധ്യാനത്തിൽ മുഴുകിയിരിക്കലോ അല്ല. ഇത് ആഗ്രഹിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. എന്നാൽ കൃഷ്ണാവബോധം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെടുത്തി രൂപഗോസ്വാമി ഉപയോഗിക്കുന്ന പദം അനുശീലനം അഥവാ പൂർവ ആചാര്യന്മാരെ പിന്തുടർന്നുകൊണ്ടുള്ള സംസ്കരണം എന്നാണ്. സംസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രവർത്തനം ഇല്ലാതെ അവബോധത്തിന് മാത്രം നമ്മെ സഹായിക്കുവാൻ ആവില്ല. എല്ലാ കർമ്മങ്ങളെയും രണ്ടായി തിരിക്കാം. വ്യക്തമായ ഒരു ലക്ഷ്യം നേടുന്നതിനുള്ളതാണ് ഒരു വിഭാഗം. അനുകൂലമല്ലാത്ത സാഹചര്യത്തെ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് രണ്ടാമത്തത്. ഈ പ്രവർത്തനങ്ങൾക്ക് പ്രവൃത്തി എന്നും നിവൃത്തി എന്നുമാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അതായത് സൃഷ്ടിപരവും നിഷേധാത്മകവുമായ പ്രവർത്തനങ്ങൾ. നിഷേധാത്മക പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണങ്ങളായി ഉപദ്രവകരമായ അസുഖങ്ങൾ ഒഴിവാക്കാൻ ഒരു രോഗി എപ്പോഴും കരുതലോടെ പെരുമാറുകയും മരുന്ന് കഴിക്കുകയും വേണം. ആധ്യാത്മിക ജീവിതം വളർത്തിയെടുക്കുകയും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർ സദാ കർമ്മനിരതരാണ്. ഇത്തരം പ്രവൃത്തികൾ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ആകാം. ചിന്തിക്കുക, വികാരം കൊള്ളുക, ഇച്ഛിക്കുക എന്നിവയൊക്കെ മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്. നാം എന്തെങ്കിലും ചെയ്യാൻ ഇച്ഛിക്കുമ്പോൾ പ്രവർത്തനം നടക്കുന്നതായി വെളിപ്പെടുത്തുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ മാനസിക പ്രവർത്തനങ്ങളിൽ നാം സദാ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കണം. ശ്രേഷ്ഠരായ ആചാര്യന്മാരുടെയും സ്വന്തം ആധ്യാത്മിക ആചാര്യന്മാരുടെയും കാലടികളെ പിന്തുടർന്ന് കൃഷ്ണനെ സന്തോഷിപ്പിക്കുവാനുള്ള മാർഗം ആസൂത്രണം ചെയ്യുകയും വേണം. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള പ്രവർത്തനങ്ങളുണ്ട്. കൃഷ്ണാവബോധമുള്ള ആൾ ഭഗവത് മാഹാത്മ്യത്തെ കുറിച്ച് പ്രബോധനം നടത്താൻ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതിന് കീർത്തനം എന്ന് പറയുന്നു. മനസ്സുകൊണ്ട് അയാൾ ഭഗവാന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതായോ ഒക്കെ. ഇപ്രകാരം ഭഗവത് ലീലകളെ കുറിച്ച് എല്ലായ്പ്പോഴും സ്മരിക്കണം. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മാനസിക സംസ്കാരം. ഇതുപോലെ ശാരീരികമായ പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്ക് പല സേവനങ്ങളിലും ഏർപ്പെടാം. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃഷ്ണനുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ശിഷ്യ പരമ്പര സമ്പ്രദായത്തിൽ കൃഷ്ണന്റെ നേരിട്ടുള്ള പ്രതിനിധിയായ ആധ്യാത്മിക ഗുരുവിലൂടെയാണ് ഈ ബന്ധം സ്ഥാപിക്കേണ്ടത്. അതിനാൽ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ആധ്യാത്മിക ആചാര്യന്റെ നിർദ്ദേശമനുസരിച്ചിരിക്കണം. തികഞ്ഞ വിശ്വാസത്തോടെ വേണം അത് അനുഷ്ഠിക്കാൻ. ആധ്യാത്മിക ആചാര്യനുമായുള്ള ബന്ധത്തിനെയാണ് ദീക്ഷ എന്ന് പറയുന്നത്. ഈ ആധ്യാത്മിക ആചാര്യനാൽ ദീക്ഷ നൽകപ്പെട്ട ദിവസം മുതൽ കൃഷ്ണനും കൃഷ്ണാവബോധം വളർത്തിയെടുക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിതമായി കഴിഞ്ഞു. ഒരു യഥാർത്ഥ ആചാര്യനിൽ നിന്നുള്ള ദീക്ഷ കൂടാതെ കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനമോ കൃഷ്ണനുമായുള്ള ബന്ധമോ ഒരിക്കലും സാധ്യമല്ല. ഈ കൃഷ്ണാവബോധ സംസ്കരണം ഭൗതികമല്ല. ഭഗവാന് 3 തരം ശക്തിയാണ് പൊതുവെ ഉള്ളത്: ബഹിരംഗ ശക്തി, അന്തരംഗ ശക്തി, തടസ്ഥ ശക്തി. ജീവാത്മാക്കളെയാണ് തടസ്ഥ ശക്തി എന്ന് പറയുന്നത്. ഈ ഭൗതിക പ്രപഞ്ചാവിർഭാവം ബഹിരംഗ ശക്തിയുടെ അഥവാ ഭൗതിക ശക്തിയുടെ പ്രവർത്തനമാണ്. ഇനിയുള്ളത് ആധ്യാത്മിക ലോകമാണ്. അന്തരംഗ ശക്തിയുടെ ആവിഷ്കരണമാണ് തടസ്ഥ ശക്തിയായ ജീവാത്മാക്കൾ താണതരത്തിൽപ്പെട്ട ബാഹ്യശക്തികൾക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഭൗതിക പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവയുടെ പ്രവർത്തനങ്ങൾ അന്തരംഗ ശക്തിക്ക് വിധേയമായിട്ടാകുമ്പോൾ
അവയ്ക്ക് കൃഷ്ണാവബോധം എന്ന് പറയും. എന്ന് വെച്ചാൽ മഹാത്മാക്കളും മഹാഭക്തന്മാരും ഭൗതിക ശക്തിക്ക് വശംവദരായി പ്രവർത്തിക്കുന്നില്ലെന്നും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ആധ്യാത്മിക ശക്തിയുടെ സംരക്ഷണത്തിന് കീഴിലാണെന്നും അർത്ഥം. ഭക്തിയുത സേവനത്തിലോ കൃഷ്ണാവബോധത്തിലോ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആധ്യാത്മിക ശക്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ശക്തി എന്ന് പറയുന്നത് ഒരുതരം ബലമാണ്. ഈ ശക്തിയെ കൃഷ്ണന്റെയും വിശ്വസനായ ആധ്യാത്മിക ഗുരുവിന്റെയും കാരുണ്യത്താൽ ആത്മീയവൽക്കരിക്കുകയും ചെയ്യുന്നു. കൃഷ്ണന്റെ കാരുണ്യത്താൽ ഹരേ കൃഷ്ണ, മുന്നോട്ട് വായിക്കണോ അതോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണോ? കണ്ടിന്യൂ ചെയ്തോളൂ മാതാജി, ഞാൻ പറയാം. ഹരേ കൃഷ്ണ. കൃഷ്ണന്റെ കാരുണ്യത്താൽ ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ ലഭിക്കുന്നയാൾ ഭാഗ്യവാനാണെന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ ചൈതന്യ ചരിതാമൃതത്തിൽ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. ആത്മീയ ജീവിതം ഗൗരവത്തോടെ കാണുന്നതിക്ക് യഥാർത്ഥ ആത്മീയ ആചാര്യനെ കണ്ടെത്തുവാനുള്ള ബുദ്ധി കൃഷ്ണൻ തന്നെ നൽകും. തുടർന്ന് ആത്മീയ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് കൃഷ്ണാവബോധത്തിൽ ഒരു വ്യക്തി പുരോഗതി നേടുകയും ചെയ്യും. ഇപ്രകാരം കൃഷ്ണാവബോധത്തിന്റെയും ആധ്യാത്മിക ആചാര്യന്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാണ്. ഇതിന് ഭൗതിക ലോകവുമായി ഒരു ബന്ധവുമില്ല. കൃഷ്ണനെ കുറിച്ച് നാം പറയുമ്പോൾ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെയും അദ്ദേഹത്തിന്റെ അനേകം വിസ്തരണങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ വിസ്തരണങ്ങളിൽ നിന്നും ഭാഗിക വിസ്തരണങ്ങളിൽ നിന്നും വിഭിന്ന ശക്തികളിൽ നിന്നുമാണ് ഈ വിസ്തരണങ്ങൾ ഉണ്ടാകുന്നത്. അതായത് കൃഷ്ണൻ എന്നാൽ അതിൽ സർവവും ഉൾപ്പെടുന്നു എന്നർത്ഥം. എന്നിരുന്നാലും കൃഷ്ണൻ എന്ന് വെച്ചാൽ കൃഷ്ണനും അദ്ദേഹത്തിന്റെ വിസ്തരണങ്ങളും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ബലദേവൻ, സംഘർഷണൻ, വാസുദേവൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, രാമൻ, നരസിംഹൻ, വരാഹം മുതലായവരും അതുപോലെ മറ്റനേകം അവതാരങ്ങളും വിഷ്ണുവിന്റെ വികസനങ്ങളും കൃഷ്ണന്റെ വികാസങ്ങളാണ്. തിരമാലകൾ പോലെ എണ്ണമറ്റതാണ് ഈ വികാസങ്ങൾ എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ വിസ്തരണങ്ങളും പരിശുദ്ധ ഭക്തജനങ്ങളും ഉൾപ്പെടുന്നതാണ് കൃഷ്ണൻ. കൃഷ്ണന്റെ വിസ്തരണങ്ങളെല്ലാം അവയുടെ അനശ്വരതയിലും ആനന്ദത്തിലും പ്രത്യാഭിജ്ഞാനത്തിലും സമ്പൂർണരാണെന്ന് ബ്രഹ്മസഹിത പറയുന്നു. ഭഗവാന്റെ അതീന്ദ്രിയ ആനന്ദത്തിന് അനുഗുണമായ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്നാണ് ഭക്തിയുത സേവനം എന്നതിന്റെ അർത്ഥം. ഭഗവാന്റെ അതീന്ദ്രിയ സംതൃപ്തിക്ക് അനുഗുണമല്ലാത്ത ഒരു പ്രവർത്തനവും ഭക്തിയുത സേവനത്തിനായി അംഗീകരിക്കാനാവില്ലതാനും. ഉദാഹരണമായി രാവണൻ, കംസൻ, ഹിരണ്യകശിപു തുടങ്ങിയ ഗംഭീരന്മാരായ അസുരന്മാരെല്ലാം സദാ കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിലും അവർ അദ്ദേഹം ശത്രുവായിട്ടാണ് കരുതിയത്. ഇപ്രകാരം ഇത്തരം ചിന്തകളെ ഭക്തിയായിട്ടോ കൃഷ്ണാവബോധമായിട്ടോ കണക്കാക്കാൻ വയ്യ. കൃഷ്ണനെ അവിടുത്തെ ലീലകളിൽ നിന്നും പരിവാരങ്ങളിൽ നിന്നും തികച്ചും ഭിന്നനായി കരുതുക വഴി അവ്യക്തിഗതവാദികൾ ഭക്തിയുത സേവനത്തെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഭഗവത്ഗീത ഉപദേശിച്ചത് കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമിയിൽ വെച്ചാണ്. കൃഷ്ണന് പ്രാധാന്യമുണ്ടെങ്കിലും കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമിക്ക് പ്രാധാന്യമില്ലെന്നാണ് അവ്യക്തിഗതവാദികളുടെ വാദം. കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമിക്ക് മാത്രമായി പ്രത്യേക പ്രാധാന്യമൊന്നുമില്ലെന്ന് ഭക്തന്മാർക്കും അറിയാം. പക്ഷേ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ മാത്രമാണെന്ന് കൂടി അവർ മനസ്സിലാക്കുന്നുണ്ട്. കൃഷ്ണൻ എപ്പോഴും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളോടും സഹചാരന്മാരോടും ഒപ്പമാണ് ഉണ്ടാകുക. ഉദാഹരണമായി ആ ആയുധം ധരിക്കുന്ന മനുഷ്യന് എന്തെങ്കിലും തിന്നാൻ കൊടുക്കൂ എന്നൊരാൾ പറഞ്ഞാൽ തിന്നുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് മനുഷ്യനാണ്, ആയുധങ്ങളല്ല. ഇതുപോലെ കൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സ്ഥലങ്ങളിലും. അതിന് ഉദാഹരണം കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമി പോലെയുള്ളവ. കൃഷ്ണാവബോധത്തിലുള്ള ഭക്തന് താല്പര്യം ഉണ്ടായിരിക്കാം, എന്നാൽ വെറും ഏതെങ്കിലും യുദ്ധഭൂമിയെ കുറിച്ച് അയാൾ ഒന്നും കാര്യമാക്കുന്നില്ല. കൃഷ്ണൻ, അദ്ദേഹത്തിന്റെ സംഭാഷണം, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ തുടങ്ങിയവ മാത്രമേ അയാളുടെ പരിഗണനയിലുള്ളൂ. കൃഷ്ണൻ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് യുദ്ധഭൂമിക്ക് പ്രാധാന്യം വന്നത്. കൃഷ്ണാവബോധം എന്നാൽ എന്താണെന്നുള്ളതിന്റെ രത്ന ചുരുക്കമാണിത്. ഭക്തജനങ്ങൾക്ക് കുരുക്ഷേത്രത്തിൽ എന്താണ് താല്പര്യമെന്ന് ഈ ജ്ഞാനമില്ലാത്തവർ തീർച്ചയായും തെറ്റിദ്ധരിക്കും. കൃഷ്ണന് താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിന്റെ ലീലാ വിനോദങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒപ്പം താല്പര്യമുണ്ടാകും.
ഭക്തി രസാമൃത സിന്ധുവിൽ ഒരു പരിശുദ്ധ ഭക്തന് ശ്രീല രൂപഗോസ്വാമി നൽകുന്ന നിർവചനം ഇങ്ങനെ സംഗ്രഹിക്കാം: അയാളുടെ സേവനം അനുകൂല രൂപത്തിലുള്ളതും സദാ കൃഷ്ണനുമായി ബന്ധപ്പെട്ടതുമായിരിക്കും. ഇത്തരം കൃഷ്ണാവബോധത്തിന്റെ വിശുദ്ധി കാത്തുരക്ഷിക്കാൻ എല്ലാവിധമായ ഭൗതിക അഭിലാഷങ്ങളിൽ നിന്നും ദാർശനികമായ അഭ്യൂഹങ്ങളിൽ നിന്നും വിമുക്തനാകണം. ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിട്ടില്ലാത്ത കുറച്ചു പേര് എന്തായാലും കാണും. അപ്പൊ അവർക്ക് വേണ്ടി കൂടി മറ്റുള്ളവർക്കാണെങ്കിൽ ആ ഓർമ്മ ഒന്നുകൂടി പുതുക്കാൻ വേണ്ടി എന്നോളം നമുക്കിത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ സമയം 6:15. ജ്ഞാനത്തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുമീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പൂന്താനമാണെന്ന് നമ്മുടെ വിഷയം. കേരളത്തില് വളരെ കുറച്ച് ഭക്തന്മാരാണ് കേരളത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഉത്തരേന്ത്യയിലൊക്കെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ധാരാളം ആൾവാർമാര്, അതുപോലെ മീരാഭായി തുടങ്ങി ഒത്തിരി പേര് ഉത്തരേന്ത്യയില് ഭക്തരായിട്ട് ജനിച്ചിരുന്നു. പക്ഷെ കേരളത്തിൽ വളരെ കുറച്ചു പേരേ ഉള്ളൂ. പക്ഷെ എങ്കിലും ലോകത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടിയ വ്യക്തിത്വം, ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാൾ, ഉടലോടെ സ്വർഗത്ത് പോകാൻ ഭാഗ്യം ലഭിച്ച 1-2 പേരേ ഉള്ളൂ. അതിൽ ഒരാളാണ് നമ്മുടെ മലയാളിയായ കേരളീയനായ പൂന്താനം. 15-ാം നൂറ്റാണ്ടിലാണ് പൂന്താനം ജനിക്കുന്നത്. 1547 വർഷം ആണ് അദ്ദേഹം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്താണ് പൂന്താനത്തിന്റെ ഇല്ല. ഇന്നും ആ പൂന്താനം ജനിച്ച സ്ഥലവും ആ മഠവും ആ മനയുമെല്ലാം ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണാം. അദ്ദേഹം ഭാഗവത പണ്ടത്തെ സംസ്കൃത വിദ്യാഭ്യാസം കഴിഞ്ഞ് ഭാഗവത പഠനം അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വിവാഹപ്രായമായപ്പോഴേക്കും കല്യാണം കഴിഞ്ഞു. പക്ഷെ കല്യാണം കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടായില്ല. അപുത്ര ദുഃഖം അദ്ദേഹത്തിനെ വല്ലാണ്ട് വന്ന് വിഷമിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നിരന്തരമായ പ്രാർത്ഥന, അമ്പലത്തില് പെരിന്തൽമണ്ണയിൽ നിന്ന് ഗുരുവായൂർ സ്ഥിരം പോയി ഭാര്യയുമായിട്ട് പോകും, ഭഗവാനെ കാണും, ഭഗവാനെ കണ്ട് തനിക്കൊരു പുത്രനെ തരണം എന്നുള്ള നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരു പുത്രനെ ജനിച്ചു. അങ്ങനെ പുത്രന്റെ ചോറു കൊടുക്കൽ ചടങ്ങ് വേണ്ടി സ്വന്തക്കാരെയും ബന്ധുക്കളെയും എല്ലാ ആൾക്കാരെയും അദ്ദേഹം വിളിച്ചു. അങ്ങനെ ബന്ധുജനങ്ങളെല്ലാം വീട്ടിലേക്ക് വന്നു. പൂന്താനവും ഭാര്യയും വീട്ടില് വരുന്ന അതിഥികൾക്ക് വേണ്ടതായിട്ടുള്ള ആഹാരം ഒരുക്കലിന്റെ തിരക്കിലായിപ്പോയി. കുഞ്ഞിന് മുറിക്കകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുഞ്ഞ്. അപ്പോ അവര് മുറിക്കകത്ത് ആക്കിയിട്ട് പൂന്താനവും ഭാര്യയും വരുന്നവർക്ക് വേണ്ടി അതിഥികളോടൊപ്പം തന്നെ ആഹാരം പാചകം ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോഴേക്കും ഒരു കൂട്ടർ വന്നപ്പോഴേക്കും അവർക്ക് വസ്ത്രമെല്ലാം മാറണം, കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണം. അപ്പൊ പൂന്താനം പറഞ്ഞ അകത്തേക്ക് പൊയ്ക്കോളൂ, അവിടെ മുറിയുണ്ട്, ഏതെങ്കിലും ഒരു മുറിയില് നിങ്ങൾ പഴയ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് കുളിച്ച് പുതിയ വസ്ത്രമൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഈ വന്ന ആൾക്കാര് ഒരു ഗ്രൂപ്പായിരുന്നു. അവർ നേരെ അങ്ങനെ ഒരു മുറിയിലേക്ക് പോയി. പക്ഷെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ നമ്മുടെ ലൈറ്റ് ഒന്നും അന്നില്ല. അന്നെല്ലാം ചിമ്മിണി വിളക്കൊക്കെ ആയിരുന്നു. അപ്പോൾ പകലായതുകൊണ്ട് തന്നെ വിളക്കും ആരും വച്ചിട്ടില്ലായിരുന്നു. ഇവര് അകത്തേക്ക് ഒരു മുറിയിലേക്ക് കയറി. സ്വാഭാവികമായിട്ട് ഇരുണ്ട മുറികളായിരുന്നു. അതില് ഒരു മുറിയിൽ അവരകത്ത് ചെന്നു. വസ്ത്രങ്ങളൊക്കെ ഒരാൾ ഒരു വസ്ത്രം ഊരി തിരിഞ്ഞു പറഞ്ഞു നോക്കാതെ എടുത്തെറിഞ്ഞു. അതിന്റെ പുറത്ത് വീണ്ടും ഓരോരുത്തരായിട്ട് ഇട്ടുകൊണ്ടിരുന്നു. ആ സ്ഥലത്ത് ഈ ഉണ്ണി കിടക്കുകയായിരുന്നു, കൊച്ചു കിടക്കുകയായിരുന്നു. അത് ശ്രദ്ധിച്ചില്ല. ഇരുട്ടത്ത് ആ കുട്ടി കിടക്കുന്നതായിട്ട് ഇവരാരും കണ്ടില്ല. അങ്ങനെ
ഒരു കൂമ്പാരം വസ്ത്രം ഈ കുട്ടിയുടെ പുറത്തേക്ക് വീണു. അങ്ങനെ കുട്ടി ശ്വാസം മുട്ടി മരിച്ചു. കുറെ കഴിഞ്ഞു, ആ സമയം പോയി. അയ്യോ, കൊച്ചിന് ഒരനക്കമില്ലല്ലോ, കൊച്ചു എവിടെയെന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഇങ്ങനെ കൊച്ചു ഉറങ്ങുകയാണ്. എന്നാൽ ഇത്രയും നേരം ആയില്ലേ, നോക്കാന്ന് പറഞ്ഞുകൊണ്ട് പൂന്താനത്തിന്റെ ഭാര്യ വരുമ്പോഴേക്കും കൊച്ചു കിടന്ന മുറിയില് ഒരു തുണി മാത്രം കിടക്കുന്നു. അപ്പം ഇവിടെ കിടന്ന കൊച്ചു ആരെടുത്തു? അത് കൊച്ചിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷണമായി. അപ്പൊ ആരെങ്കിലും എടുത്തോണ്ട് പോയെന്ന് വിചാരിച്ചു. അപ്പൊ എടുത്ത് കൊച്ചിനെ അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ആരുടെ കയ്യിലും കുട്ടിയില്ലെന്ന് മനസ്സിലായി. ഉടനെ ഓടി വന്നു. ഈ തുണിയെല്ലാം മാറ്റിയപ്പോഴാണ് കുഞ്ഞ് മരിച്ച് ഉറുമ്പരിക്കാൻ തുടങ്ങി. ആ അവസ്ഥയെത്തി. അങ്ങനെ ആ സന്തോഷം കൊണ്ട് തുള്ളി തുളുമ്പേണ്ട ആ വീട് അലറി നിലവിളിയായി, കൂട്ട നിലവിളിയായി. ഈ വന്ന അതിഥികൾക്കും വല്ലാത്ത കുറ്റബോധമായി. അവര് അറിഞ്ഞോണ്ടല്ല, പക്ഷെ അറിയാണ്ടാണെങ്കിൽ പോലും അവര് കാരണം ഈ കുഞ്ഞ് മരിക്കേണ്ടി വന്നല്ലോ എന്നുള്ള വേദനയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവരും നിലവിളിയായി, ഭാര്യയും പൂന്താനവും. ശരിക്കും പറഞ്ഞ കൂട്ട നിലവിളി, ആർക്കും ആരെയും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത അവസ്ഥ. അങ്ങനെ പൂന്താനത്തിന് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞ് സഹിക്കാൻ പറ്റാത്ത വിഷമമായി. അപ്പോ അതോടുകൂടി അദ്ദേഹം ജീവിതത്തിന് വലിയ ഒരു എന്താ പറയാ മരവിപ്പുണ്ടായി. അദ്ദേഹത്തിന് തനിക്ക് ഒരു ഉണ്ണിയെ കിട്ടണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. പക്ഷെ ഭഗവാൻ ആഗ്രഹം സാധിച്ചു. പക്ഷെ ആ കുഞ്ഞിനെ എനിക്ക് സംരക്ഷിക്കാനുള്ള കഴിവുണ്ടായില്ലല്ലോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ തന്ന ആ ഒരു കുഞ്ഞിനെ ഒന്ന് നേരാമണം നോക്കാൻ പോലും തന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധത്തോടു കൂടി അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിഷമത്തോടു കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം പൂന്താനം ജ്ഞാനപ്പാന എഴുതാൻ തുടങ്ങി. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായെന്നുള്ള വരികളെല്ലാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ്. അങ്ങനെ അദ്ദേഹം പിന്നെ ആധ്യാത്മികപരമായ കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ തുടങ്ങി. പക്ഷെ മനസ്സിലെ വേദനയൊക്കെ അകറ്റാൻ ആധ്യാത്മികം വളരെ ഉത്തമമായ ഔഷധമാണെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിലേക്ക് കടന്നു വരികയും കൂടുതൽ ഭഗവാനോട് അടുക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സപ്താഹ വേദികളിലൊക്കെ പോയി ഈ കഥകൾ, ഭഗവാന്റെ കഥകളെല്ലാം കേൾക്കാൻ തുടങ്ങി. കേട്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഭഗവാന്റെ കഥകൾ, ലീലകൾ വർണ്ണിക്കാനുള്ള ഒരു കഴിവ് കിട്ടി. അന്നത്തെ കാലത്ത് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് കൃഷ്ണന്റെ ലീലകൾ അടങ്ങുന്ന ഭാഗവതം നല്ലവണ്ണം കഥ പറയുന്ന ഒരു കഴിവിലേക്ക് അദ്ദേഹം ഉയർന്നു. ഏറ്റവും നല്ല കഥ പറയുകാരൻ അദ്ദേഹമായിട്ട് മാറി. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സപ്താഹങ്ങളിൽ കഥ പറയാൻ പോകാൻ തുടങ്ങി. അദ്ദേഹത്തിന് പൂന്താനം കഥ പറയുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ ഒഴുകി എത്തുമായിരുന്നു. അദ്ദേഹം അങ്ങനെ ധാരാളം സപ്താഹ വേദികളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ഈ ഭാഗവത സപ്താഹ കഥ പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ പലർക്കും അദ്ദേഹത്തിന് വേണ്ടി ഒരതരം അസൂയ വരാൻ തുടങ്ങി. ഈ ആൾറെഡി അതുവരെ കഥ പറഞ്ഞ് നടന്നിരുന്നവർക്കെല്ലാം ഇങ്ങനെ ഒരാൾ വന്നപ്പോൾ പൂന്താനത്തിന് ഭയങ്കര ഡിമാൻഡായി. അപ്പൊ അത് കണ്ട് തന്നെ ഇവരെല്ലാം വിളിക്കാണ്ടായി. അങ്ങനെ ഇദ്ദേഹത്തിന് വിമർശിക്കാൻ എന്ത് അവസരം കിട്ടിയാലും വിമർശിക്കുന്ന രീതിയിലേക്ക് വിമർശിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഭാഗവതത്തിലെ രുക്മിണി സ്വയംവരം കഥ പറയുന്ന സമയത്ത് രുക്മിണി ദേവി കൊച്ചുകുട്ടി ചെറുപ്പത്തിലേ കൃഷ്ണന്റെ ലീലകൾ കേട്ട് വളർന്ന ആ രുക്മിണി ദേവിക്ക് ഭഗവാനെ മനസ്സിൽ ഭർത്താവായി വരിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ അച്ഛൻ ചേതി രാജാവായിട്ടുള്ള അച്ഛനും വിദർഭയിലാണ് ഇവരുടെ വീട്. ചേതി രാജാവായ ശിശുപാലന് തന്റെ സഹോദരനും അച്ഛനും ചേർന്ന് തന്നെ കൊടുക്കാൻ പോകുന്നതായിട്ട്, തന്നെ വിവാഹം കഴിച്ച് കൊടുക്കാൻ പോകുന്നതായിട്ട് ഈ നമ്മുടെ രുക്മിണീദേവി മനസ്സിലാക്കുകയും ഒരു ബ്രാഹ്മണനെ വിട്ട് തന്നെ എത്രയും വേഗം വന്ന് വിവാഹം കഴിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭഗവാനോട് ദൂത് പറഞ്ഞയക്കുന്ന ഒരു രംഗമൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പൂന്താനം
ആ സംഭവത്തിന് ഒരു 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 നല്ലൊരു രസം തോന്നാൻ വേണ്ടി, ആനുകാലികമായിട്ട് തോന്നിക്കാൻ വേണ്ടി ഇങ്ങനെ രുക്മിണി ദേവി കത്ത് എഴുതിയതായിട്ടൊക്കെ അതിൽ ആ കഥ പറഞ്ഞ സമയത്ത് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തില് കത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് ആ ഭാഗത്തില്ല. ബ്രാഹ്മണൻ വശം മുഖാന്തരം ദൂത് പറഞ്ഞു, അല്ലെങ്കിൽ ദൂത് കൊടുത്തു വിട്ടു എന്നൊക്കെ ഉള്ളൂ. പക്ഷെ അത് കത്തെന്നൊരു വാക്ക് അവിടെ വരുന്നില്ല. പക്ഷെ ഇത് വെച്ച് ഇവരെന്ത് ചെയ്തു, ഈ വിമർശകര് പൂന്താനത്തിന്റെ അടുത്ത് ഈ കഥ പറഞ്ഞ ഉടൻ തന്നെ തട്ടിക്കയറി ചോദിച്ചു, എവിടെയാണ് അങ്ങനെ ഒരു വാക്ക്? പത്രം എന്നാണ് ശരിക്കും സംസ്കൃതത്തില് കത്തിന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വാക്ക് അവിടെ ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കത്ത് കൊടുത്തയച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാൻ? ഇത് ഗുരുവായൂർ വെച്ച് നടക്കുന്ന സംഭവം കൂടിയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ സപ്താഹം നടന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പോ ശരിക്കും പൂന്താനം വല്ലാണ്ട് വിഷമിച്ചു. ശരിയാണ്, അങ്ങനെ ഒരു വാക്ക് അവിടെ ഇല്ല. പക്ഷെ നമുക്ക് അതിന്റെ ആന്തരാർത്ഥം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെ കത്ത് കൊടുത്തയച്ചായിട്ട് മനസ്സിലാക്കാം. പക്ഷെ ബാഹ്യാർത്ഥത്തിൽ അങ്ങനെ ഒരു വരിയില്ല, ഒരു വാക്കില്ല. പെട്ടെന്ന് ഗുരുവായൂർ അപ്പം തന്നെ ആ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തന്നെ അശരീരി പോലെ ഉറക്കെ പറഞ്ഞു, എനിക്കന്ന് രുക്മിണി കത്തയച്ചു കൊടുത്തിരുന്നു. കത്ത് വാങ്ങിച്ച എനിക്കല്ലാതെ നിങ്ങൾക്കാണോ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് എന്ന് ഭഗവാൻ തന്നെ നേരിട്ട് വിളിച്ചു ചോദിച്ചതായിട്ടാണ് പറയുന്നത്. അപ്പോ അങ്ങനെ പൂന്താനം എവിടെ അല്പം ഒന്ന് വിഷമിച്ചാൽ ആ സമയത്ത് ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് പൂന്താനത്തിനെ ആശ്വസിപ്പിക്കുന്ന അവസ്ഥകൾ ധാരാളം പാടും. ഒരിക്കലും ഇതുപോലെ അദ്ദേഹം ഭഗവാന്റെ മുമ്പില് പത്മനാഭ മരപ്രഭു എന്ന, ശരിക്കും പത്മനാഭ മരപ്രഭു എന്ന് തന്നെയാണ് വാക്യം. പക്ഷെ പറഞ്ഞപ്പോ പത്മനാഭ മരപ്രഭു എന്ന് പറഞ്ഞു. അപ്പൊ ഇതും ഈ പറഞ്ഞ അവിടെ ഉണ്ടായിരുന്ന ഇതിനോട് ദേഷ്യമുള്ള ഒരാളെ ചോദിച്ചിട്ട്, എന്താണോടോ പാന്താൻ പറയുന്നത്? ഭഗവാനെ മരപ്രഭു എന്നോ പറയുന്നത്? ഭഗവാൻ എന്താ മരമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോ പെട്ടെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു, ഞാൻ മരപ്രഭു മാത്രമല്ല മരപ്രഭുവും കൂടി തന്നെയാണ്. അതിലെന്താണ് നിനക്ക് സംശയം? ഈ ചരാചരങ്ങളിൽ ചരിക്കുന്നതും ചലിക്കാത്തതും ഈ തൂണിലും തുരുമ്പിൽ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി വിശേഷമാണ് ഞാൻ. അപ്പൊ എന്തുകൊണ്ട് എന്നെ മരപ്രഭു എന്ന് വിളിച്ചുകൂടാ എന്ന് ഭഗവാൻ തന്നെ ചോദിക്കുന്ന ഒരവസ്ഥ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരിക്കൽ അദ്ദേഹം സന്താന ഗോപാലം രചിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ജ്ഞാനപ്പാനയാണ്. അതോടൊപ്പം പ്രശസ്തമായിട്ടുള്ള സന്താന ഗോപാലം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു രചിക്കും. ബ്രാഹ്മണന്റെ പുത്രന്മാര് മരിക്കുന്നതും ഭഗവാനെ വന്ന് കുറ്റപ്പെടുത്തുന്നതും. അപ്പൊ അർജുനൻ ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന കൃഷ്ണനെ നോക്കി ഇട്ട് ബ്രാഹ്മണന്റെ അടുത്ത് പറയും, എന്താ സംഭവം ചോദിക്കുമ്പോൾ, എന്റെ ഭാര്യ പ്രസവിക്കുന്ന മക്കളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്നു, ഈ രാജാവിന്റെ കഴിവില്ലായ്മയാണ് എന്റെ മക്കളുടെ മരണത്തിന് കാരണം, അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ വഴക്ക് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഇനിയും നിന്റെ ഭാര്യ പ്രസവിക്കുമ്പോൾ എന്നെ വന്ന് അറിയിച്ചോളൂ, ഞാൻ വന്ന് രക്ഷിക്കാം എന്ന് അർജുനൻ വീമ്പിളക്കുന്നതും. അവസാനം വീണ്ടും ബ്രാഹ്മണന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ ഇദ്ദേഹം നേരെ ഹസ്തിനപുരിയിൽ വന്ന് അർജുനനെ കൊണ്ടുപോകുന്നു. അർജുനൻ ആ വീടിന് ചുറ്റും അമ്പുകളാലെ ഒരു കോട്ട പണിയുന്നു. അതിന്റെ മുമ്പിൽ ഒരു എന്താ പറയാ, വായുവിന് പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു ഉറുമ്പിന് പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ കാവല് നിൽക്കുന്നു. പക്ഷെ കുട്ടിയുടെ ജനനം നടക്കുന്നു. ഭയങ്കര കുട്ടിയുടെ നിലവിളി കേൾക്കും. പക്ഷെ അടുത്ത നിമിഷം അവിടെ കൂട്ടം നിലവിളി വരുന്നു. ബ്രാഹ്മണൻ വലിയ ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് ചാടി വന്നിട്ട് അർജുനെ ശരിക്കും വഴക്ക് പറയുന്നു, ഇത്രയും ദിവസം മരിച്ച കൊച്ചിന്റെ ജഡമെങ്കിലും കാണുവാൻ കഴിയുന്നു, ഇപ്പോ ജഡം പോലും കിട്ടിയില്ല നീ വന്നു നിന്നതോടുകൂടി എന്ന് പറഞ്ഞ അർജുനനെ ശരിക്കും വഴക്ക് പറയുന്നു. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ വാക്ക് കൊടുക്കൽ സമയത്ത് ബ്രാഹ്മണൻ ചോദിക്കുന്നുണ്ട്, നീ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ചോദിക്കും. അപ്പൊ അർജുനൻ പറയും, എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിച്ചോളാം എന്നാണ് വന്ന് വീമ്പിളക്കിയിരുന്നു. അപ്പോ അർജുനൻ പറയും, ശരി, ഞാൻ പറഞ്ഞ ഒരു വാക്ക് തെറ്റി എനിക്ക് പാലിക്കാൻ പറ്റിയില്ല, പക്ഷെ അടുത്ത വാക്ക് ഞാൻ പാലിച്ചോളാം, ഞാൻ അഗ്നി ചാടി ചത്തോളാം എന്ന് പറയും. അങ്ങനെ അഗ്നി ഒരുക്കി ചാടാൻ പോകുന്നതും പെട്ടെന്ന് അർജുനന്റെ തോളിൽ ഒരു കൈ വന്ന് വീഴും. അത് ഭഗവാന്റെ ആയിരുന്നു. ഭഗവാൻ ചോദിക്കും, എന്താ സംഭവം എന്ന് ചോദിക്കും. അപ്പം പറയും, ഇങ്ങനെ കരഞ്ഞു പോകും അർജുനൻ, ഞാൻ അറിയാണ്ട് അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ വലിയ വീമ്പിളക്കി, ഞാൻ വലുതായിട്ട് ഞാൻ അങ്ങയെ കൊച്ചാക്കി സംസാരിച്ചു
ഞാൻ ഞാൻ ഭഗവാനൊന്നുമല്ല, ഞാൻ പിന്നെ എന്താ പറയാ ജാതകകുലത്തിലുള്ള ആളൊന്നുമല്ല. പക്ഷെ എന്നാൽ എനിക്ക് ഞാൻ പാണ്ഡവപുത്രനാണ്, ഞാൻ കുരുനന്ദനാണ്, എന്നെ കൊണ്ട് പലതും പറ്റുമെന്നൊക്കെ അന്ന് വീമ്പിളക്കി ഞാൻ അങ്ങേ മോശമാക്കിക്കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണമെന്നൊക്കെ പറയും. അപ്പം ഭഗവാൻ പറയും, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഈ കുട്ടികളെ തിരിച്ചു കൊടുക്കണം, അത്രയല്ലേ വേണ്ടി? ശരി, എന്നാൽ വണ്ടിയിൽ കയറിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ആ രഥത്തിൽ നേരെ അവരെ ഈ ഭൂമിയുടെ ഇത് എന്താ പറയാ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് കുതിച്ചിരുന്നു. കുറെ നേരം നീല കളറിലുള്ള ആകാശം, അത് കഴിഞ്ഞ് പിന്നെ ബ്ലാക്ക്, മൊത്തം ഇരുട്ട്, അത് കഴിഞ്ഞ് ഒരു മൂളൽ മാത്രം, എന്താണെന്ന് അറിയില്ല. എത്രയോ കാതം ഇങ്ങനെ അവരുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് കോടി സൂര്യപ്രഭയോടുകൂടി അകലെ വൈകുണ്ഠലോകം കാണുന്നു. അങ്ങനെ നേരെ വൈകുണ്ഠലോകത്തേക്ക് അവരുടെ വണ്ടി വന്നിറങ്ങുന്നു. അവിടെ പത്മനാഭനായിട്ട് മഹാവിഷ്ണു ശ്രീഹരി കിടക്കുന്നു. പാദത്തിന്റെ അരികിൽ ലക്ഷ്മി ദേവി മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റു ഗോപികമാരോ മറ്റു ലക്ഷ്മിമാരൊക്കെ പല പല സേവനങ്ങളിൽ മുഴുകി കഴിയുന്നു. അപ്പോ ഭഗവാൻ അവരെ കണ്ട ഉടൻ തന്നെ എണീറ്റ് ഇവരെ രണ്ടുപേരും വന്ന് ചിരിക്കാൻ പറയുന്നതാണ്. ഇവർ രണ്ടുപേരും നരനും നാരായണനുമാണെന്നുള്ള ആ കാര്യം ഭഗവാൻ അറിയാം. അങ്ങനെ എന്താണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാമെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർക്ക് അവിടെ തന്നെ ഈ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ കൊണ്ട് നേരെ തിരിച്ചു വന്ന് ഈ ബ്രാഹ്മണന് കൊടുക്കുന്ന കഥയാണ് സന്താന ഗോപാലൻ. അപ്പൊ ആ സന്താന ഗോപാലൻ എഴുതി രചിച്ചിട്ട് അദ്ദേഹം ആ സമയത്ത് അവിടെ മേൽപ്പത്തൂർ ഉണ്ടായിരുന്നു. അപ്പൊ മേൽപ്പത്തൂര് സംസ്കൃത പണ്ഡിതനാണ്. പൂന്താനം സംസ്കൃതം അറിയാമെങ്കിലും മലയാള പണ്ഡിതനാണ്. സംസ്കൃതം അറിയാം അദ്ദേഹത്തിന്, പക്ഷെ മറ്റേ ആളെ പോലെ വലിയ പണ്ഡിതനൊന്നുമല്ല. അപ്പോ അദ്ദേഹം നേരെ ഈ ഗ്രന്ഥം കൊണ്ട് മേൽപ്പത്തൂരിന്റെ കൊടുത്തിട്ട് ഇതൊന്ന് നോക്കി ഇതിന്റെ തെറ്റ് തിരുത്തി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ മലയാള കൃതികളൊന്നും നോക്കാറില്ല, ഇത് നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് കാണിച്ചോളൂ എന്ന് പറയും. അപ്പോ അദ്ദേഹം അദ്ദേഹം പൂന്താനത്തിന് വലിയ സങ്കടമായി. ഇങ്ങനെ അത് അദ്ദേഹം സ്വീകരിക്കാതെ കളിയാക്കി വിട്ടതില് അദ്ദേഹം പൂന്താനം വല്ലാണ്ട് വിഷമത്തോടെ അമ്പലത്തിന്റെ ഒരു മൂലയിൽ നിന്ന് കരയും. അന്ന് രാത്രി മേൽപ്പത്തൂരിന്റെ എന്താ പറഞ്ഞ ഒരിക്കൽ വന്ന് തിരിച്ചു പോയ വാതരോഗം വീണ്ടും വല്ലാണ്ട് നഷ്ടപ്പെടുത്തും. അങ്ങനെ അത് കൂടാതെ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ഭഗവാന്റെ ഇത് കിട്ടും. എന്നിട്ട് പറയും, നിന്റെ വിഭക്തി, നിന്റെ അറിവിനേക്കാൾ എനിക്കിഷ്ടം ഭൂതാനത്തിന്റെ ഭക്തിയാണ് എന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് സ്വപ്നത്തിൽ ഞെട്ടി ഉണരും. രാവിലെ അദ്ദേഹത്തിന് ഉടനെ മനസ്സിലായി ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ് പൂന്താനം എന്ന് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ വന്നിട്ട് പൂന്താനത്തിന്റെ ആ ഗ്രന്ഥം വാങ്ങിച്ചിട്ട് തെറ്റുതിരുത്തിയൊക്കെ കൊടുക്കും. തെറ്റുതിരുത്താനായിട്ടൊന്നുമില്ല, എന്നാലും നോക്കിയിട്ട് പറയും കൊള്ളാം, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടും. അപ്പോൾ ഇങ്ങനെ ഉള്ള സംഭവം നടന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇതേ കാര്യം നടക്കുന്ന സമയത്ത്, ഇതേ കൃതി എഴുതുന്ന സമയത്ത് തന്നെ ഈ വൈകുണ്ഠത്തിന്റെ വർണ്ണന അദ്ദേഹത്തിന് എങ്ങനെ എഴുതണമെന്ന് അറിയില്ലായിരുന്നു. സ്വർഗത്തെ കുറിച്ചൊക്കെ ഒരു ഏകദേശം ഐഡിയ ഉണ്ട്, പക്ഷെ വൈകുണ്ഠം സ്വർഗത്തിനേക്കാൾ എത്രത്തോളം മാറ്റമുള്ളതാണ്, എങ്ങനെയുള്ളതായിരിക്കും, അവിടുത്തെ പ്രത്യേകത എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അന്ന് രാത്രി ഭഗവാൻ അദ്ദേഹത്തിന് സ്വർഗത്തെ പൂർണ്ണമായിട്ട് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അങ്ങനെ എഴുതി അറിഞ്ഞ് സ്വർഗമല്ല വൈകുണ്ഠം എങ്ങനെയാണെന്നുള്ളത് പോയി കണ്ട ആള് വിവരിക്കും പോലെയാണ് അദ്ദേഹം അതിൽ വിവരിച്ചിരിക്കുന്നത്. അത്രമാത്രം ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് ഭഗവാൻ വൈകുണ്ഠ ലോകം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു. പിന്നെന്താണ്, ഒരിക്കലും ഇദ്ദേഹം ഈ പറയുന്ന പെരിന്തൽമണ്ണയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന സമയം വയസ്സായി. ആ സമയത്ത് ഒരിക്കലും അദ്ദേഹം നടന്ന്, അന്ന് ഇന്നത്തെ പോലെ വാഹനങ്ങൾ ബസ് ഒന്നുമില്ല ആ കാലത്ത്. അപ്പൊ ഒന്നിൽ ഈ കുതിരവണ്ടി അല്ലെങ്കിൽ പല്ലൊക്കെ ഇതൊക്കെ ഉള്ളൂ. അത്രത്തോളം പൈസയൊന്നും അദ്ദേഹത്തിനില്ല. അപ്പൊ അതുകൊണ്ട് നടന്ന് ഷോർട്ട് കട്ടുകൾ വഴിയാക്കിയാണ് അന്ന് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് കുറച്ച് കൊള്ളക്കാര് ചാടി വീഴും. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കിഴി ഉണ്ടാവും, കുറച്ച് പൈസ, കുറച്ച് പുതിയ 1-2 വസ്ത്രങ്ങള്, പിന്നെന്താണ് അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും പഴവർഗ്ഗങ്ങള്, പിന്നെ എന്തെങ്കിലും എണ്ണ, തിരി, ധൂപം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനം അദ്ദേഹത്തിന്റെ കയ്യിൽ കാണും. അങ്ങനെ ഈ വലിയ കിഴി കണ്ടിട്ട് എന്തോ വലിയ പണമാണെന്ന് കരുതിക്കൊണ്ട് കൊള്ളക്കാരെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഇതേ നിലവിളിക്കും കിടന്നു. പെട്ടെന്ന് അവിടുത്തെ എന്താ പറയാ അങ്ങാട്ടച്ഛൻ
സാമൂതിരിയുടെ മന്ത്രിയായിരുന്ന മങ്ങാട്ടച്ചൻ ആ സമയത്ത് അവിടെ കുതിരപ്പുറത്ത് പാഞ്ഞെത്തി ഈ കൊള്ളക്കാരെ മൊത്തം ആളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച് പൂന്താനത്തിന്റെ കിഴി തിരിച്ച് മേടിച്ച് കൊടുത്തിട്ട് പറയും, എന്തിനാ നിങ്ങൾ ഈ രാത്രി ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ വയസ്സായ കാലത്ത് എന്തിനാ എവിടെയാ പോണെന്ന് ചോദിക്കും. അപ്പം പറയും, ഞാനിങ്ങനെ ഭഗവാൻ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോണതാണ്. അപ്പോ ഇത്രയും കാലം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാലും വയസ്സായില്ലേ, നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ എന്തിനാ പോണത്, അല്ലെങ്കിൽ രാത്രിയൊക്കെ എന്തിനാ പോണത്, എവിടെയെങ്കിലൊക്കെ അല്ലെങ്കിൽ രാത്രി എവിടെയെങ്കിലും കഴിഞ്ഞിട്ട് രാവിലെ പോയാൽ പോരെ എന്നൊക്കെ പറയും. ശരി, എന്തായാലും കയറി, ഇനിയിപ്പോ ഒറ്റയ്ക്ക് പോകണ്ട, എന്റെ വണ്ടിയിൽ കയറിക്കൊള്ളുന്നു. അദ്ദേഹം കുതിരപ്പുറത്ത് ഇദ്ദേഹത്തിനെയും കൂടെ കയറ്റി നേരെ ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഗുരുവായൂരിന് മുമ്പിൽ ഇറക്കി വിട്ടിട്ട് പോകാൻ പോകുമ്പോൾ പൂന്താനം മനസ്സിൽ കരുതി, എന്റെ ജീവൻ രക്ഷിച്ച ആളാണ്, ഇദ്ദേഹം വന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്നെ അവര് തട്ടി കൊന്നു കളഞ്ഞാൽ. എന്തായാലും ഞാൻ വിളിച്ച ഉടൻ തന്നെ അദ്ദേഹം ആ സമയത്ത് ഓടി എത്താൻ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും നന്ദി പ്രകാശനം ചെയ്യണം. അതുകൊണ്ട് കൈ കിടന്ന ഒരു മോതിരം ഊരി അദ്ദേഹത്തിന് കൊടുക്കും. അപ്പം മങ്ങാട്ടച്ചൻ പറയും, ഇല്ല, എനിക്കത് വേണ്ട, ഞാൻ നിങ്ങളുടെ മോതിരം പ്രതീക്ഷിച്ചൊന്നും ചെയ്തതല്ല, ഞാൻ രാജാവിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ പ്രജകളുടെ സംരക്ഷണം എൻ്റെ കൂടി കടമയാണ്, കർത്തവ്യമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയരുത് അങ്ങ്, കാരണം എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി, രണ്ടാം ജന്മമാണത്, അങ്ങ് സ്വീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പം എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മങ്ങാട്ടച്ചൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും മോതിരം മേടിക്കും. അങ്ങനെ മോതിരം വാങ്ങിച്ചിട്ട് ഇദ്ദേഹം ടാറ്റ പറഞ്ഞു പോകും. അന്ന് രാത്രി അമ്പലത്തില് പൂജാരിക്ക് ഒരു സ്വപ്നത്തിൽ ഭഗവാൻ പറയും, എന്റെ കയ്യിൽ ഒരു മോതിരം കിടപ്പുണ്ട്, രാവിലെ പൂന്താനം വരുമ്പോ അതെടുത്ത് കൊടുത്തേക്കണം എന്ന് പറയും. അങ്ങനെ പൂന്താനം ആ സ്വപ്നത്തോടു കൂടി തന്നെ ഇദ്ദേഹം ഞെട്ടി ഉണർന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. പിന്നെ രാവിലെ നേരം വെളുത്ത് കുളിച്ചു മംഗളാരതി സമയത്ത് 4 മണിക്ക് അദ്ദേഹം നേരെ അമ്പലത്തിൽ ഓടിയെത്തിയെങ്കിലും മനസ്സിൽ മൊത്തം ഈ ഭഗവാൻ പറഞ്ഞ വാക്കുകളായിരുന്നു. ഭഗവാന്റെ വിഗ്രഹത്തിന് കൈകളിൽ അദ്ദേഹം ഓടിച്ചൊന്ന് നോക്കിയപ്പോൾ ശരി തന്നെ ഒരു പരിചയമില്ലാത്തൊരു മോതിരം കിടക്കുന്നു. അപ്പൊ മനസ്സിലായി ഭഗവാൻ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായി. അദ്ദേഹം ആ മോതിരം ഊരി മാറ്റിവെക്കും. എന്നിട്ട് പ്രസാദം കൊടുക്കുന്ന പാത്രത്തിലേക്ക് അത് മാറ്റിവെക്കും. അത് കഴിഞ്ഞ് പൂന്താനം സ്വാഭാവികമായിട്ടും രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും തൊഴുത് മാറുമ്പോൾ പൂന്താനത്തിനെ പൂജാരി വിളിക്കും. എന്നിട്ട് പറയും, മുന്നോട്ട് വരൂ, ഒരു സാധനം തരാനുണ്ട് നിങ്ങൾക്ക്, സോറി, ഭഗവാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് എന്ന് പറയും. എന്താണ് അത്? ഇങ്ങനെ ഇന്നലെ എനിക്ക് രാത്രി സ്വപ്നം ഉണ്ടായി, സ്വപ്നത്തില് നിങ്ങൾക്ക് തരാനായിട്ട് ഈ മോതിരം തന്നിരുന്നു എന്ന് പറയും. അപ്പോ ഇതിനെടുത്തു, അയ്യോ, ഇത് ഞാൻ ഇന്നലെ മങ്ങാട്ടച്ചന് കൊടുത്തതായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം നിലവിളിക്കും, കരഞ്ഞു അയ്യോ, എന്റെ ഭഗവാനാണല്ലോ ഇന്നലെ എന്നെ വന്ന് രക്ഷിച്ചത്, ഞാൻ അത് മനസ്സിലാക്കിയില്ലല്ലോ, മങ്ങാട്ടച്ചന്റെ രൂപത്തിൽ വന്നത് ഭഗവാനാണോ എന്ന് പറഞ്ഞ് അദ്ദേഹം കടന്ന് കരയും. അപ്പോ പൂജാരി ചോദിക്കും, എന്താ സംഭവിച്ചത്? ഇദ്ദേഹം കാര്യമെല്ലാം പറയും. അങ്ങനെയല്ലോ അവിടെ നിന്നവരെല്ലാം ഓടി വരും. എന്നിട്ട് അവരെല്ലാം മനസ്സിലാക്കും, പൂന്താനത്തിനെ രക്ഷിക്കാൻ ഭഗവാൻ മങ്ങാട്ടച്ചന്റെ വേഷം കെട്ടി വന്നു എന്നുള്ള കാര്യം അവർക്കെല്ലാം മനസ്സിലാവും. അതുപോലെ ഒരു സംഭവമുണ്ട്. ഈ കൊട്ടിയൂര അമ്പലത്തിൽ ഇദ്ദേഹം ഇതുപോലെ ഒരിക്കൽ സപ്താഹം എടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോഴേക്കും അദ്ദേഹം ഭാഗവത സപ്താഹം കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാനും രുക്മിണി ദേവിയും തമ്മിൽ സൗന്ദര്യ പിണക്കം നടക്കുന്ന ഒരു അധ്യായമുണ്ട്. അത് അദ്ദേഹം സുഖമാസീനം എന്ന് തുടങ്ങുന്ന ഒരു അധ്യായമാണ്. അതില് ആ ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും ആ ലീല മഹാദേവനും പാർവതി ദേവിക്കും ഒക്കെ എത്ര കേട്ടിട്ടും തൃപ്തിയാവണില്ല. അങ്ങനെ ഓരോ ദിവസവും അദ്ദേഹം വായിച്ച് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് പോകും. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ അതിൽ നിന്ന് മാറ്റി എവിടെ ഈ പറയുന്ന അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവയ്ക്കും. അപ്പൊ ഇതാരും എന്നും ഇങ്ങനെ ചെയ്യുന്നെന്നും അതിന് ഒരു പിന്നെ എനിക്ക് മറന്നുപോയതാണോ, ഇനി എന്തായാലും അങ്ങനെ ഇതിപ്പോ ഇങ്ങനെ ദിവസം ഇങ്ങനെ ഓരോ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും. പക്ഷെ ഇത് കറക്റ്റായിട്ട് ആ ഇതിലാണ് ഇരിക്കുന്നത്. പക്ഷെ എന്തായാലും അദ്ദേഹം അത് കഥ പറഞ്ഞ് ബാക്കി എന്നെ ഓടിച്ച് പറയാം എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം അങ്ങനെ ബാക്കി പറഞ്ഞു പോയി. അങ്ങനെ ഒരുവിധം സപ്താഹമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും. പക്ഷെ പകുതി വഴി എത്തുമ്പോഴാണ് അറിയുന്നത് തന്റെ ഭാഗവതം താൻ എടുക്കാൻ മറന്നുപോയി എന്ന് മനസ്സിലാക്കി അദ്ദേഹം നേരെ അമ്പലത്തിന്റെ അപ്പോഴേക്കും അമ്പലം നടയൊക്കെ അടച്ച് രാത്രിയായിപ്പോയി തിരിച്ചു വന്നപ്പോഴേക്കും. പക്ഷെ അദ്ദേഹത്തിന് ഈ വച്ച സ്ഥലം അദ്ദേഹത്തിന് അറിയാം. അവിടെ പോയി അമ്പലത്തിനകത്താണ്. അപ്പൊ പൂന്താനത്തിന് എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ടും
അവർക്ക് കഥയൊക്കെ തുറന്നു കൊടുത്തു. പിന്നെ അകത്ത് മെയിൻ അമ്പലത്തിന്റെ കൊച്ചമ്പലത്തിന് മാത്രമാണ് പൂജാരി കഥ പൂട്ടി പോയിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള സ്ഥലമൊക്കെ തുറന്നു കയറാൻ പറ്റുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അകത്ത് കയറി നോക്കിയപ്പോഴാണ് അവിടെ ആരുമില്ല. പക്ഷെ അകത്ത് ഒരാൾ സംസാരിക്കുന്നു, 2-3 പേര് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചെവി ഇങ്ങനെ വട്ടം പിടിച്ചപ്പോൾ അമ്പലത്തിനകത്ത് നിന്നും മഹാദേവൻ പാർവതി ദേവിക്ക് ഇതേ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പാർവതി ദേവി എടുത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എന്റെ കഥ പറച്ചിലെന്ന്. അപ്പം പാർവതി ദേവി പറയുന്നുണ്ട്, നന്നായിരിക്കുന്നു, പക്ഷേ ആ പൂന്താനം പറയുന്നതിന്റെ 7 അയലത്തൊന്നും എത്തിയിട്ടില്ല എന്ന് പാർവതി മഹാദേവൻ കഥ പറഞ്ഞതിനെ കളിയാക്കിക്കൊണ്ട് തമാശയോടുകൂടി പൂന്താനത്തിനെ പുകഴ്ത്തിക്കൊണ്ടും പറഞ്ഞത് കേട്ട് പൂന്താനത്തിന് എന്നെ വല്ലാത്ത ഒരു തമാശയായിട്ട് തോന്നിയത്. പൂന്താനം അറിയാണ്ട് ചിരിച്ചു പോയപ്പോ പെട്ടെന്ന് അകത്തെ സംസാരമെല്ലാം നിന്നു. എന്നിട്ട് ഭഗവാൻ തന്നെ പറയും, മഹാദേവൻ പറയും, പേടിക്കണ്ട പൂന്താനം, ഞാൻ നാളെ നിനക്ക് ഇത് നിനക്കവിടെ നാളെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലല്ലേ സപ്താഹം, അപ്പൊ ഞാൻ അവിടെ തന്നെ കൊണ്ട് വച്ചേക്കാം, നീ പൊയ്ക്കോളൂ എന്ന് പറയും. കാരണം അമ്പലം പൂട്ടിയിട്ട് പോയില്ലേ, ഭാഗവതം അകത്തുമായിപ്പോയി. അപ്പോ പൂന്താനം വിചാരിക്കും ഒരു കണക്കിന് അതും നന്നായി. ഈ ഭാഗവതം എന്തായാലും നല്ല അന്നത്തെ ഒറ്റ ഭാഗം വലിയ ഗ്രന്ഥമാണ്, നല്ല വെയിറ്റ് ഉണ്ടാവും അന്ന്. അപ്പൊ അത് ഭഗവാൻ എനിക്ക് അവിടെ കൊണ്ട് തരാമെന്ന് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം സന്തോഷത്തോടു കൂടി അദ്ദേഹം പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കേരളത്തിലോ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം സപ്താഹങ്ങൾ നടത്തും. എല്ലാവർക്കും പൂന്താനത്തിന്റെ സപ്താഹം എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്, ധാരാളം ആൾക്കാർ ഒഴുകിയെത്തും. ആ സമയത്ത് ഭാര്യ ഒരിക്കൽ ചോദിക്കും, എന്തുകൊണ്ട് അങ്ങ് കേരളം മുഴുവൻ സപ്താഹം നടക്കുന്നുണ്ടല്ലോ, എന്താ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം സപ്താഹം നടത്തിക്കൂടെയെന്ന് ചോദിക്കും. അപ്പം പൂന്താനം പറയും, നീ വിചാരിക്കും പോലെ അത്ര സിമ്പിളല്ല, നിസാരമല്ല സപ്താഹം എന്ന് പറയുന്നത്. കാരണം വലിയ ചെലവേറിയതാണ്. നമുക്ക് വലിയ പുര കിട്ടണം, അത് കഴിഞ്ഞിട്ട് ഈ വരുന്നവർക്കെല്ലാം ആഹാരം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ആഹാരം കൊടുക്കണം. പിന്നെ വായിക്കാൻ വരുന്ന ഭാഗവതം മൂലഗ്രന്ഥം വായിക്കാൻ വരുന്നവർക്ക്, പാട്ട് പാടുന്നവർക്ക് അവർക്ക് ദക്ഷിണയും വസ്ത്രവും കൊടുക്കണം. പിന്നെ കഥ പറയുന്ന എനിക്ക് ഒന്നും വേണ്ട, പക്ഷെ പിന്നെ പൂജ ചെയ്യുന്ന ആളിന് പൂജാരിക്ക് എന്തെങ്കിലും കൊടുക്കണം, ഇതൊക്കെ നല്ല പൈസ ചെലവുണ്ട് എന്ന് പറയും. അപ്പം പൂന്താനത്തിന്റെ ഭാര്യ പറയും, അതിനെന്താ അങ്ങ് ഇതൊക്കെ സപ്താഹം നടത്തിയിട്ട് വരുമ്പോൾ കിട്ടുന്ന ആ ദക്ഷിണയെല്ലാം എന്റെ കയ്യിലല്ലേ കൊണ്ടുതരുന്നത്, ഞാൻ അതിൽ സിംഹഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ വളരെ കുറച്ച് പൈസ അതിന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുരയിടത്തിലുള്ള തേങ്ങ, വയലിലുള്ള നെല്ല്, അത്യാവശ്യം പച്ചക്കറികള് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇത് വെച്ച് നമുക്ക് ചെയ്യാം എന്ന് പറയും. അപ്പൊ ശരി, എന്നാ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നടത്തിക്കോളൂ, പക്ഷെ എനിക്ക് അത്ര തൃപ്തിയല്ല, കാരണം അതിനുള്ള സാമ്പത്തികം നമുക്കില്ല എന്നൊക്കെ പറയും. അപ്പൊ ഭാര്യ പറയും, കുഴപ്പമില്ല, എനിക്ക് എന്നെ കൊണ്ട് പറ്റുമെന്ന് മനസ്സ് പറയുന്നു, നമുക്ക് ഒരു ദിവസം നമുക്ക് ഇവിടെ നടത്തി നമ്മുടെ ഈ ഗ്രാമത്തിലുള്ളവർക്കും ഇതൊക്കെ കേൾക്കാൻ ഒരു അവസരം കൊടുക്കണ്ടേ എന്ന് പറയും. ശരി, എന്നാ ആയിക്കോട്ടെ, നിന്റെ ചിന്ത നല്ല ചിന്തയാണല്ലോ, അപ്പൊ നമുക്ക് അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പൂന്താനം വീട്ടില് സപ്താഹം നടത്തുമ്പോൾ പൂന്താനത്തിന്റെ സപ്താഹം നടക്കുന്നു പറയുമ്പോൾ പൂന്താനത്തിന്റെ ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷമാവും. കാരണം അവരിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, ദൈവം ഇങ്ങനെ പലയിടത്തും സപ്താഹം നടത്തുന്നതായിട്ട്. അദ്ദേഹത്തിന്റെ കഥകളെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് അവര് ഇങ്ങനെ ഭയങ്കര രസമാണ്, നമ്മൾ അങ്ങനെ ലയിച്ചിരുന്നു പോകും, നമ്മൾ അവിടെ വൈകുണ്ഠത്തൊക്കെ പോയതുപോലെ നമുക്ക് അനുഭൂതി ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ടാണ് നേരിട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തി. ആദ്യത്തെ ദിവസം അതിമനോഹരമായ ക്ലാസ്, നല്ല രാവിലെ ഒരു 10 മണിയായപ്പോഴേക്കും 10 മണിക്കുള്ള ആഹാരം, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യ, അത് കഴിഞ്ഞ് വൈകുന്നേരം ചെറിയ കടിയും അതും ചെറിയ രീതിയിലുള്ള ചായ, അങ്ങനെയുള്ള സംഭവം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ 7 ദിവസത്തിൽ 6 ദിവസം കടന്നുപോയി. 7ാമത്തെ ദിവസമായി പൂന്താനം രാവിലെ ഇന്നത്തെ പോലെ രാവിലെ എണീറ്റ് മംഗളാരതി എല്ലാം കഴിഞ്ഞു. പാരായണം തുടങ്ങി. പൂന്താനം അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അതുവരെയുള്ള പാരായണം നടത്തിയതിന്റെ അതിന്റെ സമ്മറി, അതിന്റെ രത്നച്ചുരുക്കം അദ്ദേഹം കഥ പോലെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചത്തേക്കുള്ള ആഹാരം സമയത്തിന് നിവേദ്യത്തിന് വേണ്ടി വരിക, ആ സമയത്തുള്ള കഥ പറച്ചിന് വന്നാൽ മതി. പൂന്താനം നേരെ അടുക്കളയിലേക്ക് പോയി. ഇന്ന് ഭാര്യ എന്താണ് ഉണ്ടാക്കി കൊടുക്കാൻ പോണത് എന്ന് അറിയാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയപ്പോൾ അടുക്കള ശൂന്യം, അവിടെ ആരുമില്ല. ഭാര്യയെ നോക്കിയിട്ട് ഭാര്യയെ കാണാനില്ല. അയ്യോ, ഇതെന്ത് പറ്റിയാ, ഇന്ന് ഒന്നും തുടങ്ങിയില്ലേ, ആഹാരം ഉണ്ടാക്കണ്ടേ, ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പൂന്താനം അവിടെയൊക്കെ ഭാര്യ അന്വേഷിച്ചു. അപ്പോ ഭാര്യ കാണാനില്ല. ഭാര്യയെ അന്വേഷിച്ചപ്പോൾ ഭാര്യ പൂജാമുറിയിൽ നിലവിളിക്കുന്നു, കിടന്ന് കരയാണ്. എന്താ സംഭവം, എന്തിനാ നീ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇങ്ങനെ
എല്ലാ സാധനവും തീർന്നു പോയി. അരിയില്ല, നെല്ലില്ല, പിന്നെന്താണ്, തേങ്ങയില്ല, പച്ചക്കറികളൊന്നുമില്ല. വാഴകളിലുള്ള കൊലകളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. ഞാൻ അങ്ങയുടെ മുമ്പിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വല്ലാത്ത കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വരുന്നല്ലോ. ഈ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ എന്ത് കൊടുക്കും? അതുകൊണ്ട് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. എനിക്ക് ആരെയും മുഖത്തേക്ക് തന്നെ നോക്കാനുള്ള ഒരു കരുത്തില്ല എന്നൊക്കെ പൂന്താനത്തിന്റെ ഭാര്യ സങ്കടത്തോടു കൂടി പറയും. പൂന്താനം പറയും, ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കും. ഇപ്പൊ അല്ലെങ്കിൽ ഇതായിരിക്കും ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസം, അവസാനത്തെ ദിവസം ഇങ്ങനെ ഒന്നും കൊടുക്കാണ്ട് അവരെ വിടാനായിരിക്കും പറഞ്ഞിരിക്കണം. നമ്മൾ അത് അങ്ങനെ കണ്ടാൽ മതി. നമുക്ക് വരുന്ന നല്ലതും ചീത്തയും എല്ലാം നമ്മൾ സ്വീകരിക്കണം. അല്ല സുഖവും ദുഃഖവും ഒക്കെ ഒരുപോലെ കാണണം. അതായിരിക്കണം ഭക്തർ. അല്ലാതെ നമ്മൾ സുഖത്തിൽ അമിതമായി സന്തോഷിക്കുകയും ദുഃഖത്തിൽ അമിതമായി സങ്കടപ്പെടുകയും ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ ശീതവും ഉഷ്ണവും പോലെയാണ്. തണുപ്പും മഞ്ഞും അല്ല നമ്മൾ ഒരുപോലെ സഹിക്കേണ്ടവരെ. അതുപോലെ ദുഃഖവും സുഖവും അല്ല നമുക്ക് ഒരുപോലെ നമ്മൾ സഹിക്കണം. അതിന് കരഞ്ഞിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ? നമ്മൾ ഭഗവാന്റെ നാമം കൂടുതൽ ജപിക്കുകയാണ് വേണ്ടത്. ഭഗവാനെ കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പക്ഷെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഇത്രയും ദിവസം നമ്മുടെ അന്നദാനം നന്നായിട്ട് കൊടുത്തതല്ലേ. ഇന്നും നമുക്ക് ഇതാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും ഭഗവാൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ. നീ എണീറ്റ് മുഖമെല്ലാം അവിടെ വന്ന് ഇരിക്കാൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് വന്നിട്ട് വിളിക്കുന്നു, പൂന്താനം. ഒരാള് വന്ന് വിളിക്കുന്നു, അങ്ങേ പെട്ടെന്ന് പുറത്തേക്ക് വരണം എന്ന് പറയും. അദ്ദേഹം പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ പരിചയമില്ല. വളരെ സുന്ദരനായിട്ട് എന്നാൽ കറുത്ത നിറത്തോടു കൂടിയ ഒരാള്, അരികിൽ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു പരിചയവുമില്ല. തൊട്ട് പുറകിലായിട്ട് ഒരു കാളവണ്ടി നിറയെ പാത്രങ്ങളും നിറയെ സാധനങ്ങളുമായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോ പൂന്താനം ചോദിക്കും, ആരാണ് അങ്ങ്, എന്താണ് കാര്യം, എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കും. വന്ന ആള് പറയും, എനിക്ക് അങ്ങയെ വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ ക്ലാസ്സുകളല്ല, ഈ ഭാഗവത കഥാവർണ്ണനയൊക്കെ ഞാൻ നല്ലവണ്ണം കേൾക്കാറുണ്ട്. അപ്പോ ഞങ്ങൾക്ക് അങ്ങയോട് ഒരു കടപ്പാടുണ്ട്. അതുകൊണ്ട് അങ്ങക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ കണക്കായിട്ട് ഇന്ന് ഇവിടെ സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ സദ്യ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇതും കൂടെ അതിന്റെ കൂടെ കൊടുത്താൽ മതി. എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കിപ്പോയി, അങ്ങയുടെ അനുവാദം ചോദിക്കാതെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ പൂന്താനം, ഇത് ഭയങ്കര അതിശയായിരിക്കണല്ലോ. എന്നാണെങ്കിൽ ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിടേണ്ടി വരുമല്ലോ ആൾക്കാരെ എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഇവരാരും ഇങ്ങനെ കൊണ്ടുവരും, ഭഗവാന്റെ കാരുണ്യം നോക്കണേ എന്നൊക്കെ വിചാരിച്ച്, അതിനെന്താ സന്തോഷമേ ഉള്ളൂ. വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ. അങ്ങും അങ്ങയുടെ പത്നിയായിട്ട് ഇത്രയും സാധനമായിട്ട് വന്നതിൽ എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്ര നന്ദിയുണ്ട്. അതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാ അപ്പം മറ്റേ പറയും, എന്നാൽ ഇതിനടുത്ത് നിവേദിച്ചോളൂ, നിവേദിച്ചിട്ട് സമയമായി വരുന്നു, ആഹാരം കൊടുക്കാനുള്ള സമയമായി വരെയല്ലേ, കൊടുക്കാൻ നമുക്കെന്ന് പറയാം. അങ്ങനെ ഉടൻ തന്നെ പൂന്താനം അന്ന് കുറെ സാധനങ്ങളാണ്, സദ്യ, വിഭവസമൃദ്ധമായ സദ്യയാണ്. സാധാരണ പൂന്താനം എന്നും കൊടുക്കുന്നത് ഒരു ചോറ്, സാമ്പാർ, ഒരു അവിയൽ, ഒരു തോരൻ, ഒരു കിച്ചടി, ഒരു അച്ചാറ്, ഒരു പപ്പടം, ഒരു സ്വീറ്റ്, ഇത്രയൊക്കെ വളർത്തുള്ളൂ. ഇത് അങ്ങനെയല്ല, 28 കൂട്ടം കറികൾ, അങ്ങനെ കുറെ. ഇപ്പം നിവേദ്യം വയ്ക്കാൻ തന്നെ പിന്നെ സ്ഥലമില്ല. അങ്ങനെ ഒരു ഇലയൊക്കെ ഇട്ടൊക്കെയാണ് ഭഗവാൻ അന്ന് നിവേദിച്ചത്. അന്ന് നിവേദ്യം എല്ലാം കഴിഞ്ഞു. ഈ സാധനങ്ങളെല്ലാം മാതൃപാത്രത്തിലേക്ക് കൊണ്ടുപോയി ഇട്ടതിന് ശേഷം അത് എല്ലാവർക്കും വിലയിട്ട് വിളമ്പി. അപ്പം വിളമ്പാൻ നേരത്ത് വന്ന ആള് പറയും, പൂന്താനത്തിന്റെ അടുത്ത് പറയും, ഇന്ന് ഇത്രയും ദിവസം പൂന്താനം അല്ലേ എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുത്തത്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരും വിളമ്പാം, ഞങ്ങളോടൊപ്പം ഉള്ള താല്പര്യമുള്ളവർക്കും കൂടെ വിളമ്പാം. പക്ഷെ ഇന്ന് പൂന്താനം ഇരിക്കണം, ഭാര്യ ഇരിക്കണം, പാട്ട് പാടാൻ വന്ന, ഇത് പാട്ടെന്ന് പറയുമ്പോൾ ഈ സമൂല ഗ്രന്ഥം വായിക്കാനിരുന്ന ആ ആളിരിക്കണം, അദ്ദേഹത്തിന്റെ ഭാര്യ ഇരിക്കണം, അങ്ങനെ എല്ലാവരും ഇരുന്നോളും, ഞങ്ങൾ വിളമ്പി തരാമെന്ന് പറഞ്ഞു. ഇപ്പം പൂന്താനം പക്ഷെ അത് മര്യാദയല്ലല്ലോ. നിങ്ങളും അതിഥി കൂടെയാണ് ഞങ്ങളുടെ, അതുകൊണ്ട് അന്ന് ഇരിക്കണം. ഇല്ലല്ല, അത് പറ്റില്ല, ഇന്ന് നിങ്ങൾ ഇരിക്കണമെന്ന് പറയും. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. പൂന്താനം ഇരുന്നു, ഭാര്യ ഇരുന്നു, പാരായണം ചെയ്യാൻ വന്ന ആളിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ ഇരുന്നു, അങ്ങനെ എല്ലാവരും ഇരുന്നു. മനോഹരവും എന്തോ ടേസ്റ്റ്, ഇതുള്ള ടേസ്റ്റുള്ള, എന്നോളം അവർ കഴിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സദ്യ അന്ന് എല്ലാവർക്കും കഴിക്കാൻ പറ്റി. അതെല്ലാം കഴിഞ്ഞു. എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഈ വന്നവരും കഴിച്ചു. എന്നിട്ട് ഈ പാത്രങ്ങളെല്ലാം അവിടെ ഉള്ളവരെല്ലാം കൂടെ ചേർന്ന് കഴുകി എല്ലാം കൂടെ വണ്ടിയിൽ കയറ്റി നേരെ കൊണ്ടുപോയി
ടാറ്റ എല്ലാം പറഞ്ഞു. സന്തോഷം. പൂന്താനം പറഞ്ഞു, കണ്ടാടി ഭഗവാന്റെ ആ കാരുണ്യം, നീ കടന്ന് ഇവിടെ കരഞ്ഞു വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഭഗവാൻ അതൊക്കെ അറേഞ്ച് ചെയ്യും. എനിക്ക് അതാണ് ഞാൻ അത്ര നിന്റെ അടുത്ത് ഉറപ്പോടെ പറഞ്ഞത്. അതൊക്കെ ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര അതിശയമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാത്രിയായി. രാത്രി ഉറങ്ങി. ഉറങ്ങത്തിൽ ഭഗവാന്റെ ഒരു സ്വപ്നത്തില് ആര് വരുന്നു? ഈ രണ്ടുപേരും വരുന്നു. വന്നിട്ട് ആ രൂപം അങ്ങനെ അങ്ങ് മാറുന്നു. ആരൊക്കെയാണ്? ഭഗവാൻ വിഷ്ണു ലക്ഷ്മിയായിട്ട് മാറുന്നു. എന്നിട്ട് പറയും, പൂന്താനം അങ്ങനെ എനിക്ക് നിങ്ങളുടെ ആ പാരായണം ഞാൻ എത്രയോ കാലമായിട്ട് കേൾക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിന്റെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കി ഇതെല്ലാം കൊണ്ടുവന്നത്. അപ്പോ എന്ന് പറയും. പൂന്താനം പറയും, അങ്ങാണോ വന്നത്? ഞാൻ അങ്ങയെ കൊണ്ട് എന്റെ സേവ ചെയ്യിച്ചല്ലോ എന്ന് പറഞ്ഞ് കരയും. അപ്പൊ പറയും, അത് മാത്രമല്ല, ഞങ്ങൾ ഇത്രയും ദിവസം നിന്നോടൊപ്പം അവിടെ പാരായണം നടത്തി ആരെന്ന് അറിയാമോ? ഇതാ നോക്കാൻ പറയും. നോക്കുമ്പോ ആരാണ്? മഹാദേവനും പാർവതി ദേവിയാണ് ഈ പാരായണം നടത്താനായിട്ട് അവിടെ വന്നത്. അപ്പോ അതും കൂടെ കാണുമ്പോ, അയ്യോ, മഹാദേവനും പാർവതി ദേവിയും മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും എല്ലാവരും എൻ്റെ ഈ കൊച്ചു കുടിലേക്ക് വന്നല്ലോ, എന്നെ ഇങ്ങനെ ഇനി ഈ രീതിയിലൊക്കെ സന്തോഷിച്ചല്ലോ എന്ന് പറഞ്ഞ് കരയും. ഈ കരച്ചിൽ കേട്ട് ഭാര്യ, എന്തു പറ്റി ഇവിടെ രാത്രി കിടന്ന് കരയണത്, മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അവര് കണ്ണും തിരുമ്മി എണീറ്റ് നോക്കുമ്പം പൂന്താനം പറയും, നീ വിചാരിക്കും പോലെ അല്ല ഇന്ന് വന്നത്, ആരെന്നാണെന്ന് അറിയാമോ? ഇന്ന് ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണുവും നീ ലക്ഷ്മി ദേവിയാണ്. പിന്നെ ഇത്രയും ദിവസം നമ്മളോടൊപ്പം ഈ പാരായണം നടത്താനുണ്ടായിരുന്ന ആരെന്നറിയാമോ? അത് മഹാദേവനായിരുന്നു. ഞാനിപ്പോ എല്ലാവരെയും എനിക്ക് ഭഗവാന്റെ കാരണം കൊണ്ട് കാണാൻ പറ്റി, ലൈവിൽ നേരിട്ട് കണ്ടു ഞാൻ, അതാണെന്നൊക്കെ പറയും. അപ്പോ ഭാര്യ അതിശയത്തോടുകൂടി പൂന്താനത്തിനെ നോക്കും. ഇതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ഗുരുവായൂരില് അദ്ദേഹത്തിന് അവിടുത്തെ ഊണുപുരയില്, അന്നദാനപുരയില് അദ്ദേഹത്തിന് ഒരു ആദ്യ സ്ഥാനം കൽപ്പിച്ച് നൽകിയിരുന്നു അവിടുത്തെ ദേവസ്വം. എന്ന് പറഞ്ഞാല് ആദ്യം പൂന്താനത്തിന് വിളമ്പണം. എന്നും പൂന്താനം പിന്നെ ഗുരുവായൂർ വിട്ട് പോയിട്ടില്ല, അവിടെ തന്നെ അങ്ങനെ സ്ഥിരം കഴിയുമായിരുന്നു. അപ്പം എന്നും അന്നദാനപുരയില് ആദ്യത്തെ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് ഒരു ബഹുമാനാർത്ഥം കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഒരു വലിയ പണ്ഡിതൻ, സംസ്കൃത പണ്ഡിതൻ, വലിയ പണക്കാരനായിട്ടുള്ള വലിയ രാജകീയമായ പ്രൗഢിയോടുകൂടി അവിടെ വരും. അപ്പോൾ അന്ന് പൂന്താനം ഇതൊന്നും അറിയില്ല. പൂന്താനം എന്നത്തെ പോലെ രാവിലത്തെ ദർശനം എല്ലാം കഴിഞ്ഞ് നേരെ അന്നദാനപുരയിൽ ചെന്നിട്ട് ആദ്യമേ അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള ആ സ്ഥാനത്ത് ചെന്നിരിക്കും. ആ സമയത്ത് ഇവര് ഈ പറയുന്ന പ്രാജപ്രൗഢിയോടുകൂടിയുള്ള ആളെ മരിച്ചു കെട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പൂന്താനത്തിന്റെ പറയും, പൂന്താനം ഇന്ന് നിങ്ങൾ അവിടെ നിന്ന് എണീറ്റിട്ട് ഇദ്ദേഹത്തിനെയാണ് ഇന്ന് നമ്മൾ ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത്, ഇന്ന് നിങ്ങളല്ല, മാറിക്കൊടുക്കാൻ പറയും. പൂന്താനം പറയും, നിങ്ങളെല്ലാവരും കൂടെ കൽപ്പിച്ചു കൂട്ടി തന്ന ഒരു സ്ഥാനമല്ലേ അത്, ഞാൻ ഇരുന്നും പോയി, ഇത്രയും പേര് ഇരിക്കാൻ ഞാൻ എണീക്കുമ്പോ എന്നെ കൊച്ചാക്കുന്നതിന് തുല്യമല്ലേ എന്ന് ചോദിക്കും. അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഇത്രയും ദിവസം ഇരുന്നല്ലേ, ഇന്ന് മാറിക്കൊടുത്തേ പറ്റൂ എന്ന് പറയും. അങ്ങനെ അദ്ദേഹം ആകെ നാണം കെട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ തോളിൽ പിടിച്ച് എണീപ്പിക്കും അവര് അവിടെ നിന്ന്. പൂന്താനത്തിന്റെ കണ്ണീർ കൂടെ മടമടാന്ന് കണ്ണീര് വരും. അങ്ങനെ സങ്കടത്തോടു കൂടി പൂന്താനം പിന്നെ ആഹാരം കഴിക്കാൻ തോന്നിയില്ല. അദ്ദേഹം അന്നദാനപുരയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് അതിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പം ഭഗവാൻ ഉറക്കെ പറയും, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നീ ഇവിടെ ഭക്തന്മാരൊക്കെ പോയി കഴിഞ്ഞു, ഇപ്പൊ ഇവരെല്ലാം ദുഷ്ടന്മാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നീ ഇനി എന്നെ കാണാനായിട്ട് ഇവിടെ വരണ്ട, ഞാൻ നിന്റെ ഇല്ലത്ത് തന്നെ കാണും, എപ്പോഴും ഞാൻ അവിടെ ഉണ്ടാവും. നീ ഒന്നാമത് വയസ്സായി, രണ്ടാമത് ഇവിടെ ഉള്ളവരൊന്നും ഭക്തന്മാരൊന്നും അല്ല, അവർക്ക് നിന്റെ വില അറിയില്ല. നീ അതുകൊണ്ട് നിന്റെ ഇല്ലത്ത് ഇരുന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാകും എപ്പോഴും. നീ എപ്പോഴും എന്നെ കാണണമെന്ന് വിചാരിച്ചാലും ഞാൻ അവിടെ ഉണ്ടാകും. നീ വയസ്സായി വരികയില്ലേ, ഇനി നിങ്ങൾ നിന്റെ വീട്ടിൽ തന്നെ ഇരുന്നോളൂ എന്ന് പറയും. അങ്ങനെ അദ്ദേഹം നേരെ വീട്ടിലെത്തിയിട്ട് ഭാര്യയെടുത്ത് പറയും, നീ എത്രയും പെട്ടെന്ന് കുറച്ച് ചോറുണ്ടാക്കണം, എന്തെങ്കിലും ഒരു കറിയും വെക്കണം എന്ന് പറയും. അപ്പം പൂന്താനത്തിന് പറയും, എന്താ ഒന്നും കഴിച്ചില്ലേ? ഒന്നും കഴിച്ചില്ല. ഇങ്ങനെ ശരി എന്നാൽ വേഗം ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞ് പൂന്താനത്തിന്റെ ഭാര്യ ചോറുണ്ടാക്കും, പിന്നെ സാമ്പാർ, ഒരു ചെറിയ കറി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. ഉടൻ തന്നെ പൂന്താനം നേരെ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പറയും, ഭഗവാനെ, അങ്ങ് എനിക്ക് വാക്ക് തന്നതാണ്, എന്റെ വീട്ടിൽ അങ്ങ് എപ്പോഴും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്, എന്നാൽ പെട്ടെന്ന് വന്ന് എനിക്ക് അങ്ങേക്ക് ആഹാരം തന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ എന്ന് പറയും. അപ്പൊ ഒന്നും നടക്കുന്നില്ല. അപ്പം അയ്യോ, തന്നെ പറ്റിച്ചതാണോ എന്നൊരു സംശയം. പൂന്താനം കരയുമ്പോ പുറകില് തന്റെ ചുമലിൽ ഒരു കൊച്ചുകുട്ടിയുടെ കൈ വന്ന് പിടിക്കുന്നു. നോക്കുമ്പോഴാണ് ആരാണ്?
നീല മേഘശ്യാമവർണ്ണനായിട്ടുള്ള ഭഗവാൻ ഓടക്കുഴലോടുകൂടി അങ്ങനെ മയിൽപ്പീലിയൊക്കെ ചൂടിരിക്കുന്നു. എന്താണ്, എന്നെ വിശ്വാസം ഇല്ലേ? ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. ഞാൻ വന്നിട്ടുണ്ട്, എടുക്ക് ചോറെടുക്കെന്ന് പറയും. അങ്ങനെ പൂന്താനം തന്നെ ഭഗവാനെ ഊട്ടും. അങ്ങനെ ഭഗവാൻ ചോറെല്ലാം അങ്ങനെ കഴിക്കും. എന്നിട്ട് ശരി മതി, ഇനി നീ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തുറന്നു പോകും. അപ്പോ ആ സ്ഥലമെല്ലാം ഇന്നും പൂന്താനത്ത് ഇല്ലത്ത് പോയാൽ കാണാം ഭഗവാന് ആഹാരം കൊടുത്ത സ്ഥലം. അത് കഴിഞ്ഞിട്ട് ഭഗവാനെ കൊണ്ടുപോയ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയ ഇടത്തുപുറത്ത് അമ്പലം എന്ന് പറയുന്ന ഒരു അമ്പലം, അത് ഈ പറയുന്ന ഭഗവത് ദർശനം ലഭിച്ച സ്ഥലം, അതെല്ലാം ഇന്നും പൂന്താനം ഇല്ലത്ത് പോയാൽ കാണാം. അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് വയസ്സായി ഒരിക്കല് അദ്ദേഹം ഇങ്ങനെ നല്ല വാർദ്ധക്യമായപ്പോ ഒരിക്കൽ അദ്ദേഹം എന്ത് ചെയ്തു, ഭഗവാന്റെ ദർശനം കിട്ടിയിട്ട് പറയും, പൂന്താനം നിനക്ക് സമയമായിട്ടുണ്ട് തിരിച്ചു പോകാൻ, ഞാൻ നാളെ വരും, അപ്പോ റെഡി ആയിക്കോണം കേട്ടോ എന്ന് പറയും. അങ്ങനെ അദ്ദേഹം ഭാര്യയെടുത്തും മക്കളെടുത്തും മറ്റൊക്കെ ബന്ധുജനങ്ങളടുത്തൊക്കെ പറയും, നാളെ ഭഗവാൻ വരുന്നുണ്ട് എന്നെ കൊണ്ടുപോകാനായിട്ട്, നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തയ്യാറായിക്കോളൂ, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയും. അപ്പം വാർദ്ധക്യത്തില് അദ്ദേഹത്തിന് ചിത്തഭ്രമം പിടിച്ച് എന്തെങ്കിലും പറഞ്ഞതാണെന്നുള്ള ഒരു തോന്നലില്ല. അവര് അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. നേരം വെളുത്തു, അദ്ദേഹം ഭഗവാനെ പ്രതീക്ഷിച്ചിരിപ്പായി. എന്നിട്ട് ഭാര്യയെടുത്ത് പറഞ്ഞു, ഇന്ന് എന്തായാലും സദ്യയൊക്കെ ഒരുക്കണം, ഭഗവാൻ വരും, ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ എന്തായാലും ഇദ്ദേഹം പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് സദ്യയൊക്കെ ഒരുക്കും. അപ്പോ പെട്ടെന്ന് പൂന്താനത്തിന്റെ കണ്ണില് ആകാശത്ത് സൂര്യ തേജസ്സോടുകൂടി ഭഗവാന്റെ രഥം വരുന്നു. അതിൽ ഭഗവാൻ വരുന്നു. അദ്ദേഹം നേരെ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നു, ആ കാലിൽ വെള്ളം ഒഴിപ്പിച്ച് കഴുകുന്നു. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല, പൂന്താനം മാത്രമാണ് ഇത് കാണുന്നത്. അപ്പൊ ഇവരെന്താ കാണിക്കണെങ്ങനെ എന്നൊരു ചിന്തയായിരുന്നു അവർക്ക്. എന്തായാലും കൊണ്ടുവന്നിട്ട് പാദത്തിലേക്ക് വെള്ളം ഒഴിച്ചു കഴുകി ഭഗവാനെ പാദം തുണിയിട്ട് തുടച്ച് ഒരു നല്ല വിശിഷ്ടമായ ഒരു സ്ഥലത്തിരുത്തി ചോറ് വിളമ്പി. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞു. പൂന്താനം പോകാമോ എന്ന് ചോദിക്കും ഭഗവാൻ. അപ്പോ ശരി പോകാം. അപ്പോ എന്താന്ന് ഒരു മടി വരാൻ. പൂന്താനം പറയും, ഞാന് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു പോയി, ഇവരിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കൂടി കൊണ്ടുപോകുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഭഗവാൻ പറയും, പൂന്താനം പറഞ്ഞ പിന്നെ എന്തോന്ന്, അതിന് എന്റെ ഏറ്റവും പരിശുദ്ധ ഭക്തനായ പൂന്താനത്തിന് മുമ്പിൽ എനിക്കൊന്നും മറുത്ത് പറയാൻ പറ്റില്ല. ശരി ആയിക്കോട്ടെ, സാധാരണ അങ്ങനെ ആരെയും കൊണ്ടുപോകുന്നതല്ല. പിന്നെ പൂന്താനം പറഞ്ഞാൽ അതിന് വേറെ അപ്പീലില്ലല്ലോ, അതുകൊണ്ട് ആരെ വേണോ കൊണ്ടുപോകുള്ളൂ, ആർക്ക് വേണോ വരാം എന്ന് ഭഗവാൻ പറയും. അപ്പം ഭാര്യയെ നോക്കിയിട്ട് പറയും, എടി നീ വരുന്നുണ്ടോ, നമുക്ക് പോകാമോ, ഭഗവാനുണ്ട്, ഭഗവാന്റെ രഥമുണ്ട്, നീ വരാൻ തയ്യാറാണെങ്കിൽ നമുക്കിപ്പം പോകാന്ന് പറയും. അപ്പോ പൂന്താനത്തിന്റെ ഭാര്യ മനസ്സിൽ നല്ല മനുഷ്യരായിരുന്നു, വയസ്സാകുമ്പോ എല്ലാവർക്കും ഇങ്ങനെയാണല്ലോ, എന്തെല്ലാം പുച്ചും ഭ്രാന്തും പറയുന്നു, കഷ്ടം തന്നെ, വല്ലാത്ത അവസ്ഥയായി പോയല്ലോ എന്നൊരു വിഷമത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. മറിച്ച് പൂന്താനത്തിന്റെ വീട്ടിലെ വേലക്കാരിക്ക് പൂന്താനത്തിന് അങ്ങനെ എന്തെങ്കിലും പറയുന്ന ആളല്ല, പരിശുദ്ധ ഭക്തനാണ്, അദ്ദേഹം പറയുന്നതിൽ സത്യമുണ്ടാകും എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ആ വേലക്കാരി പറയും, പൂന്താനം എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ വലിയ ഉയർന്ന ജാതിയൊന്നുമല്ല, എനിക്ക് അത്രയും വലിയ ഭക്തയുമല്ല, പക്ഷെ അങ്ങയിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, അതുകൊണ്ട് എനിക്ക് വരണമെന്നുണ്ട്, അതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് വിചാരിക്കുന്നു എന്ന് പറയും. അപ്പം ഭഗവാന്റെ അടുത്ത് ചോദിക്കണ്ട, അദ്ദേഹത്തിന് താല്പര്യമില്ല, ഇദ്ദേഹത്തിന് താല്പര്യമുണ്ട്, ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കും. അതിനെന്താ, ഇദ്ദേഹവും ഒന്നും നമുക്കില്ല, ആർക്കാണ് വരാൻ താല്പര്യം, അവര് വന്നോട്ടെ എന്ന് പറയണതും പടോന്നൊരു സൗണ്ട് നോക്കിയപ്പോൾ വേലക്കാരി ഇതാ അടക്കണം, നോക്കി മരിച്ചുപോയി. ആ ശബ്ദം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ പൂന്താനം ഇരുന്ന സ്ഥലത്ത് ഒന്നുമില്ല, പൂന്താനത്തിനെ കാണാനേ ഇല്ല. അപ്പൊ പൂന്താനം ഉടലോടുകൂടിയും മറ്റവര് ഉടൽ ഉപേക്ഷിച്ചു ഭഗവാന്റെ കൂടെ തിരിച്ചുപോയി. ഇങ്ങനെ ഇതാണ് പൂന്താനത്തിന്റെ
അവസാന ആ, സമയത്തുള്ള സംഭവം. പൂന്താനത്തിന്റെ കഥകൾ ഇത് മാത്രമല്ല, ഒത്തിരി കഥകളുണ്ട്. ഗുരുവായൂർ മാഹാത്മ്യം, പിന്നെ പൂന്താന കഥകൾ, പിന്നെന്താണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല. ഇങ്ങനെ പൂന്താനത്തെ കുറിച്ച് വന്നിരിക്കുന്ന ഒത്തിരി കൃതികൾ ഇന്ന് നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റിനുമുള്ള പുസ്തകങ്ങൾ, മറ്റു പുസ്തക സ്റ്റാളുകളിലെല്ലാം ലഭിക്കും. ഏറ്റവും വലിയ പരിശുദ്ധ ഭക്തനാണ് പൂന്താനം. ഉടലോടെ ഇങ്ങനെ ഭഗവാന്റെ അരികിലേക്ക് പോയ ഒന്നോ രണ്ടോ വ്യക്തിത്വങ്ങളെ ഉള്ളൂ, അതിൽ ഒരാളാണ് പൂന്താനം. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി ജ്ഞാനപ്പാനയാണ്. ഭാഗവതത്തിന്റെ ക്യാപ്സ്യൂളായിട്ടാണ് അതിനെ കരുതുന്നത്. കാരണം എല്ലാ തത്വങ്ങളും വളരെ ലളിതമായിട്ട് മലയാള ഭാഷയിൽ ചെയ്തിരിക്കുന്ന ഒരു കൃതിയാണ്. വളരെ സിമ്പിളാണ്. അപ്പോ എന്താ പറയാ, ധാരാളം അതിലുള്ള വരികളെല്ലാം വളരെ മനസ്സിന് ശാന്തിയും സമാധാനവും, പിന്നെ ഈ ജീവിതത്തിന്റെ വ്യർത്ഥത അല്ലെങ്കിൽ ക്ഷണികത ഒക്കെ മനസ്സിലാക്കി തരുന്ന ഒരു കൃതി കൂടിയാണ്. ഗുരുവായൂരപ്പന്റെ ലീലകളിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് വരുന്ന ഒരു പേരാണ് ഈ പറയുന്ന പൂന്താനം.